Hi everyone. So today we are going to discuss section of part 1 section of technology and analytics ടൈപ്സ് ഓഫ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ കൂടുതലായിട്ട് നമ്മൾ റിഗ്രഷൻ അനാലിസിസ് അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സിനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഇതിനകത്തൊരു സെറ്റിൽ 56 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഡോണ്ട് വേസ്റ്റ് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമുക്കിവിടെ കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ഡേറ്റ ഫോർ നമ്പർ ഓഫ് കാർസ് ദാറ്റ് വാസ് സോൾഡ് ഫോർ ഈച്ച് ഓഫ് ദ റെസ്പെക്റ്റീവ് ഇയേഴ്സ്. ഒരു കമ്പനി ഓരോ വർഷവും വിറ്റ കാറുകളുടെ എണ്ണമാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇയർ 1 200, ഇയർ 2 350, 3 325, then 720, 910, 1200, 1900 അങ്ങനെ പോകുന്നു. ലാസ്റ്റ് 12th ഇയർ ആകുമ്പോൾ 4950 അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് the sales record indicates that the company's sales have exhibited dash pattern. ഈ കമ്പനിയുടെ കാർ സെയിൽസ് ഏത് തരത്തിലുള്ള പാറ്റേൺ ആണ് നമുക്ക് കാണിച്ചു തരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിതൊരു ടൈം സീരീസ് അനാലിസിസ് ആണെന്ന് വേണമെങ്കിൽ പറയാം, കാരണം കുറെ വർഷത്തെ ഡേറ്റാസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഏത് ടൈപ്പ് പാറ്റേൺ ആണുള്ളതെന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഓപ്ഷൻസ് ആദ്യം നോക്കിയേക്കാം. ഇറഗുലർ പാറ്റേൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സൈക്ലിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, സീസണൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ പാറ്റേണും എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കുന്നത്. ഇറഗുലർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയില്ലാത്ത അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു യുണീക്നെസ് ഇല്ലാത്ത അല്ലെങ്കിൽ പാറ്റേണേ അല്ലെന്ന്, പാറ്റേൺ ആണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇറഗുലർ എന്ന് പറയുന്നത്. വല്ലപ്പോഴും സംഭവിക്കും. ഫോർ എക്സാമ്പിൾ കോവിഡ് പാൻഡമിക് അല്ലേ, 2019-20 വന്നു. ഇനി അടുത്ത എപ്പോൾ സംഭവിക്കും നമുക്ക് അറിയില്ല. ചിലപ്പോൾ തൊട്ടടുത്ത വർഷം തന്നെ വരാം, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞ് വരാം, ചിലപ്പോൾ 100 വർഷം കഴിഞ്ഞായിരിക്കും വരുന്നത്. അപ്പൊ അതൊരു ഇറഗുലർ പാറ്റേൺ ആണ്. ഒരു തീപിടുത്തം ഉണ്ടായി അല്ലെങ്കിൽ എർത്തുവേക്ക് ഉണ്ടായി, അതൊക്കെ എന്താണ്? ഇറഗുലർ പാറ്റേൺസ് ആണ്. അപ്പൊ ഇവിടുത്തെ ഡേറ്റ നിങ്ങൾ നോക്കുക, അതൊരു ഇറഗുലർ പാറ്റേൺ ആണെന്ന് പറയാൻ പറ്റുമോ? കാരണം അങ്ങനെയല്ല, അതിനൊരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. 200 300 ആയിരുന്നു, ഇടയ്ക്കൊന്ന് ഡൗൺ ആവുന്നുണ്ടെങ്കിൽ പോലും അത് ഇൻക്രീസിംഗ് ആണ്. അപ്പൊ ഇറഗുലർ പാറ്റേൺ നമുക്ക് പറയാൻ പറ്റില്ല. സൈക്ലിക്കൽ ആവണമെങ്കിൽ എന്തായിരിക്കണം? അത് കറങ്ങിക്കൊണ്ടിരിക്കണം. ഒരു സൈക്കിൾ പോലെ തുടങ്ങിയിട്ട് തന്നെ എപ്പോഴെങ്കിലും തിരിച്ചെത്തുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തുടങ്ങിയിടത്തേക്ക് തിരിച്ചെത്തുന്നില്ല, ഇത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 200-ലായിരുന്നു, തിരിച്ചൊരിക്കലും അത് 200-ലേക്ക് എത്തുന്നില്ല, മറിച്ച് ലാസ്റ്റ് എത്തുന്നത് എത്രയാണ്? 4950 എത്തുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നമുക്ക് സൈക്ലിക്കൽ ആണെന്ന് പറയാൻ പറ്റില്ല, സീസണൽ ആണെന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ? കാരണം ഇവിടെ ഒരു പർട്ടിക്കുലർ ഇയറിൽ മാത്രം പീക്ക് ചെയ്യുകയും ചില സമയത്ത് മാത്രം കുറയും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സ്റ്റഡി ആയിട്ട് 1-2 ഹിക്കപ്സ്, ഇയർ 2 കഴിഞ്ഞ് 3-ലേക്ക് വരുമ്പോൾ മാത്രം 25 ഡിപ്പ് വരുന്നുണ്ട്. അതുപോലെ പിന്നീട് ഇടയ്ക്ക് ഇവിടെ മാത്രം 2550 കഴിഞ്ഞിട്ട് 2250 എന്ന് പറഞ്ഞ ഡിപ്പ് വരുന്നുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ സ്റ്റഡി ആയിട്ട് ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്പർ ഓഫ് കാർസിന്റെ എണ്ണം എന്താണ്? കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരമായിട്ട് എന്താ പറയാൻ പറ്റുക? ട്രെൻഡ് പാറ്റേൺ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ട്രെൻഡ്, ഇറ്റ്സ് എൻ ഇൻക്രീസിംഗ് ട്രെൻഡ് എന്നാണ് പറയാൻ പറ്റുക. സോ ട്രെൻഡ് പാറ്റേൺ ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഹോപ്പിൽ നോക്കുകയാണെങ്കിൽ 67% സ്റ്റുഡൻസ് ശരിയാക്കിയിട്ടുണ്ട്. സോ അത്യാവശ്യം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ പറയാം. മോർ ദാൻ 50% സ്റ്റുഡൻസും ശരിയാക്കുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റൻ റിലേറ്റീവ്ലി നമുക്ക് സാധിക്കേണ്ടതാണ്. 50% താഴെയുള്ള ഒരു പെർസെന്റേജ് ആണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്വസ്റ്റൻ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണെന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്? മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ റിഗ്രഷൻ അനാലിസിസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? സിമ്പിൾ ലീനിയർ റിഗ്രഷൻ അനാലിസിസും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്. സിമ്പിൾ അനാലിസിസിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. വൺ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ മാത്രമേ അവിടെ നമ്മൾ ഇക്വേഷനിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ. എന്നാൽ നമ്മൾ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ അനാലിസിസ്. ഒരു എക്സാമ്പിൾ, റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിൽസ് കൂടുന്നത് അഡ്വർടൈസ്മെന്റുമായിട്ടാണ് നമ്മൾ ടാലി ചെയ്ത് നോക്കുന്നെങ്കിൽ, അതായത് അഡ്വർടൈസ്മെന്റ് പൈസ കൂടുന്നതനുസരിച്ച് സെയിൽസ് കൂടുന്നു എന്ന് അറിയണം. അവിടെ നമ്മൾ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ വേരിയബിളിനെ മാത്രമേ ഉപയോഗിക്കുന്നു. അതേസമയത്ത് സെയിൽസിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അഡ്വർടൈസ്മെന്റ്, കോമ്പറ്റീറ്ററിന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ പ്രൈസ്, മാർക്കറ്റ് എക്കോണമിയുടെ ഒരു അപ്പ് ആണോ ഡൗൺ ആണോ എന്നുള്ള കാര്യങ്ങൾ, കസ്റ്റമർ പ്രിഫറൻസ്, ഇങ്ങനെയുള്ള പല വേരിയബിൾസിനെ, ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്. ഇനി നമുക്ക് ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഏതാണെന്ന് നോക്കാം. Multiple regression analysis requires a reasonable basis for assuming a cause and effect relationship between independent variable and dependent variable. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള, എന്നാൽ പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള കുറച്ച് ഓപ്ഷൻസ് ആണുള്ളത്. നമുക്ക് ശരി ഉത്തരം ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസിനെ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക. മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് റിക്വയർസ് എ റീസണബിൾ ബേസിസ്. അതിനൊരു റീസണബിൾ ബേസിസ് വേണം. എന്തിന്? ഫോർ അസ്യൂമിങ് എ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. എന്താണ് ഈ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്? ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുമ്പോൾ അത് കാരണമായിരിക്കണം മറ്റേ ഡിപെൻഡന്റ് വേരിയബിൾ എന്താവുന്നത്? ചേഞ്ച് ആവുന്നത്. അഡ്വർടൈസ്മെന്റിൽ പ്രൈസ് കൂടിയത് കൊണ്ടാണ് സെയിൽസ് കൂടേണ്ടത്. കോമ്പറ്റീറ്ററിന്റെ പ്രൈസ് കൂടിയത് കൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ കച്ചവടം കൂടിയത്. അതിനെയാണ് നമ്മൾ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഒരു കോസ് ഉണ്ടാവുന്നു, അതിന്റെ എഫക്ട് മറ്റേ വേരിയബിളിൽ ഉണ്ടാവുന്നു. സോ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിൽ തീർച്ചയായിട്ടും ആ ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അത് മൾട്ടിപ്പിൾ ആണെങ്കിലും ഉണ്ടായിരിക്കണം, സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആണെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പൊ ആ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ കണ്ടെത്തുന്ന ഇക്വേഷനോ അത് കണ്ടെത്തുന്ന ഉത്തരത്തിനോ വാലിഡിറ്റി ഇല്ല.
ഇവിടെ ഉത്തരം 52% ആൾക്കാരെ ശരിയാക്കിയിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. എന്താണ് അവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് മനസ്സിലാവാത്ത രീതിയിലുള്ള ഓപ്ഷൻസ് ആണ്. പക്ഷെ തെറ്റായ ഓപ്ഷൻസ് ആണ്. അത് ഇൻവാലിഡ് ആണ്. 3 ഓപ്ഷൻസ് തെറ്റാണ്. 4ാമത്തെ ഓപ്ഷനിലാണ് അത് തരക്കേടില്ലാത്ത രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതേ ഓപ്ഷൻ നമുക്ക് എവിടെയും പറയാം. തീർച്ചയായിട്ടും സിമ്പിൾ ലീനിയർ റിഗ്രഷന്റെ എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചാൽ ഇത് പറയാം. ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ വേരിയബിൾസ് എന്നുള്ളത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആണെങ്കിൽ എന്തായിട്ട് മാറും? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് മാറും. അവിടെ നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ എടുക്കുന്നുള്ളൂ. മൾട്ടിപ്പിൾ വരുന്ന സമയത്ത് ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഒരു സൈക്ലിക്കൽ പാറ്റേണിനെ ടൈം സീരീസിൽ നമ്മൾ സൈക്ലിക്കൽ പാറ്റേൺ കുറച്ച് മുമ്പ് ക്വസ്റ്റനിൽ പറഞ്ഞിരുന്നു. ഈ സൈക്ലിക്കൽ പാറ്റേണിനെ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? സൈക്ലിക്കൽ പാറ്റേൺ ഒരു വർഷത്തിനുള്ളിലാണോ അതോ മോർ ദാൻ 1 ഇയർ ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സീസണൽ പാറ്റേണുകളാണ് ഒരു വർഷത്തിനുള്ളിൽ വരുന്നത്. ഇപ്പൊ നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ആ ഒരു ഓണം ഉണ്ടായിരിക്കും, ആ വർഷത്തിനുള്ളിൽ ഉണ്ടായിരിക്കും, അടുത്ത വർഷം ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് വിത്തിൻ 1 ഇയർ. അതേസമയം നിങ്ങൾ സൈക്ലിക്കൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ആ സൈക്കിൾ കറങ്ങി തുടങ്ങിയെടുത്ത് തിരിച്ചെത്തണമെങ്കിൽ ചിലപ്പോൾ 2 വർഷം എടുക്കും, ചിലപ്പോൾ 4 വർഷം എടുക്കും, ചിലപ്പോൾ 10 വർഷം എടുക്കും. ഇറ്റ് വിൽ ടേക്ക് മോർ ദാൻ 1 ഇയർ ഷുവർലി. നമ്മൾ സൈക്ലിക് പാറ്റേൺ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നോർമലി ബിസിനസ് സൈക്കിൾ ആണ് അതിന് പറയുന്നത്. ബിസിനസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നു, അത് ഗ്രോത്ത് സ്റ്റേജിൽ എത്തുന്നു, പിന്നീട് അത് പീക്ക് സ്റ്റേജിൽ എത്തുന്നു, പിന്നീട് അവിടുന്ന് റിസഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, വീണ്ടും കമ്പനി ഗ്രോത്ത് സ്റ്റേജിലേക്ക് പോകുന്നു. അപ്പൊ ഈ ഒരു സൈക്കിൾ നടക്കണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മോർ ദാൻ എ ഇയർ. തീർച്ചയായിട്ടും ഒരു വർഷത്തിൽ കൂടുതൽ ഉണ്ടാവും. സോ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ് നമുക്ക് നോക്കാം. ശരി ഉത്തരം മോർ ദാൻ എ ഇയർ പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, ഫ്ലക്ച്വേഷൻ ദാറ്റ് ലാസ്റ്റ് ഫോർ എ പീരീഡ് ഗ്രേറ്റർ ദാൻ 1 ഇയർ. ഒരു വർഷത്തിൽ കൂടുതലായിരിക്കും അതിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ലെസ് ദാൻ 1 ഇയർ ആണെന്നെങ്കിൽ അതിനൊത്തരം എന്തായിരിക്കും? സീസണാലിറ്റി. സീസണാലിറ്റി ആയിരിക്കും ലെസ് ദാൻ 1 ഇയർ എന്ന് പറയുന്നത്. ഓക്കെ. ഇക്വേഷൻ ഓഫ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ലൈൻ ഈസ് y is equal to a plus bx. നമുക്കറിയാമല്ലോ ഇക്വേഷൻ y is equal to a plus bx ആണ്. y എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. a ഫിക്സഡ് കോസ്റ്റ് ആണെന്ന് അറിയാം. b വേരിയബിൾ കോസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്ന് ഓർത്തിരുന്നാൽ മതി. x ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇവിടെ b എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. y ഡിപെൻഡന്റ് വേരിയബിൾ ആണ്, a ഫിക്സഡ് കോസ്റ്റ് ആണ്, b വേരിയബിൾ കോസ്റ്റ് ആണ്, x ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ചോദ്യം b എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? B is the variable quotient. നമ്മുടെ ഉത്തരം ഏതാണ്? വേരിയബിൾ കോഷ്യന്റ് എന്നുള്ളതാണ് ഉത്തരം. ചോദ്യം, correlation coefficient that indicates the weakest linear association between two variables. രണ്ട് വേരിയബിൾസ് എക്സും വൈയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും വീക്കസ്റ്റ് റിലേഷൻഷിപ്പ് ഏതിനാണുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കോറിലേഷൻ കോഎഫിഷ്യന്റ് വാല്യൂ എന്ന് പറയുന്നത് -1 മുതൽ +1 വരെയാണ്. -1നും +1നും ഇടയ്ക്കാണ് അതിന്റെ വാല്യൂ വരിക. അപ്പൊ ഇവിടെ 0 ആണ് ഒരു തരത്തിലുള്ള കോറിലേഷനും ഇല്ലാത്ത വാല്യൂ. -1നും +1നും ഇടയ്ക്കുള്ള വാല്യൂ എന്താണ്? 0. സോ 0യ്ക്ക് അടുത്ത് ചേർന്ന് നിൽക്കുന്നവരായിരിക്കും വീക്കസ്റ്റ് ലിങ്ക്. സോ നിങ്ങളുടെ അടുത്ത് വീക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് സംഖ്യയാണ് 0യോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. കാരണം 0 എന്ന് പറഞ്ഞാൽ നോ കോറിലേഷൻ ആണ്. എക്സും വൈയും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല. എക്സ് കൂടിയാലും വൈ കൂടിയാലും പരസ്പരം ബാധിക്കുന്നില്ല എന്നുള്ളതാണ് 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വീക്കസ്റ്റ് ലിങ്ക് ചോദിക്കുമ്പോൾ, വീക്കസ്റ്റ് ലീനിയർ റിഗ്രഷൻ അസോസിയേഷൻ ചോദിക്കുമ്പോൾ which ever the number that is closest to 0 അതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? വീക്കസ്റ്റ് റിഗ്രഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് -11, 0.12, 0.35, 0.73. ഏതാണ് ഏറ്റവും കുറഞ്ഞ വാല്യൂ ഇവിടെ? തീർച്ചയായിട്ടും -0.11 ആണ് അല്ലെ. അതിനേക്കാൾ തൊട്ട് മുകളിൽ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ +1 ഉണ്ട്. അപ്പൊ ഇവിടെ മൈനസ് ആണോ പ്ലസ് ആണോ എന്നുള്ളതിന് പ്രത്യേകതയൊന്നുമില്ല. കാരണം നമുക്കറിയാം -1 മുതൽ +1 വരെ അതിന്റെ വാല്യൂ ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കുറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഏതാണ്? 0യോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഏതാണ്? -0.11 ആണ്. അതുകൊണ്ട് തന്നെ വീക്കസ്റ്റ് ലീനിയർ അസോസിയേഷൻ 0.11 ആണ്. ഇനി അത് +11 ആയിരുന്നെങ്കിൽ അത് തന്നെയായിരിക്കും ഉത്തരം. കാരണം അതിനേക്കാൾ കൂടിയതാണ് ബാക്കിയെല്ലാം. 12 ആണെങ്കിലും 35 ആണെങ്കിലും 73 ആണെങ്കിലും. ഇനി നിങ്ങളുടെ സ്ട്രോങ്സ്റ്റ് ലീനിയർ അസോസിയേഷൻ ആണ് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഏത് കൊടുത്തേനെ? സ്ട്രോങ്സ്റ്റ് ലീനിയർ അസോസിയേഷൻ ആണെങ്കിൽ 0.73 ആണ് ഏറ്റവും അധികം നിയറസ്റ്റ് ടു 1 എന്നുള്ള കാറ്റഗറിയിൽ നിൽക്കുന്നത്. ഏത് 1? -1 ആവാം +1 ആവാം. നമുക്ക് രണ്ടും കൺസിഡർ ചെയ്യാം. ഒന്നുകിൽ നമ്മൾ -1ന്റെ അടുത്തേക്കാണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്, +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പൊ ഇവിടെ -1നോട് അടുത്ത് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും ഹയസ്റ്റ് ലീനിയർ റിഗ്രഷൻ പ്രകടിപ്പിക്കുന്നുണ്ട്. സോ ഹയസ്റ്റ് ആണ് ചോദിച്ചെങ്കിൽ ഉത്തരം -0.73 ആണ്. നിലവിൽ ഇവിടുത്തെ ചോദ്യം വീക്കസ്റ്റ് ആയിരുന്നു. സോ ആൻസർ ഈസ് 0.11. Next question. When the relationship between independent and dependent variable in a regression analysis is such that when x increases, y decreases. x കൂടുമ്പോൾ എന്ത് സംഭവിക്കും? y കുറയും. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കുക, എന്ത് റിലേഷൻ ആണ്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? x കൂടുമ്പോൾ y ഡിക്രീസ് ചെയ്യുമെങ്കിൽ അത് നെഗറ്റീവ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് കട്ട് ചെയ്യാം. 3ഉം 4ഉം വരത്തില്ല. നെഗറ്റീവ് ആണ്, പോസിറ്റീവ് അല്ല വരുന്നത് ആദ്യമേ. ഇനി
ബൈ ദ സെയിം പ്രപ്പോർഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് എക്സ് 10 കൂടിയാൽ വൈ 10 കുറയും, എക്സ് 20 കൂടിയാൽ വൈ 20 കുറയും, എക്സ് 50% കൂടിയാൽ വൈ 50% കുറയും. സെയിം പ്രപ്പോർഷനിലാണ് ഈ ഡിക്രീസും ഇൻക്രീസും ഒക്കെ നടക്കുന്നത്. അതിനർത്ഥം പെർഫെക്റ്റ് നെഗറ്റീവ് ആണ്. ഇവിടെ കുറയാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. സോ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു, പെർഫെക്റ്റ് പ്രപ്പോർഷൻ ആണ്. സോ പെർഫെക്റ്റ് നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ രണ്ട് ഓപ്ഷനിലും കോറിലേഷൻ നെഗറ്റീവ് ആണെന്നുള്ളത് അറിയാം, പെർഫെക്റ്റ് ആണ്, -1 ആണെന്ന് മനസ്സിലായി. റിഗ്രഷൻ ലൈൻ ഡൗൺവേർഡ് ആണോ അപ്വേർഡ് ആണോ എന്ന് മാത്രം ഇനി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അവിടെ ഓർക്കേണ്ട കാര്യം എന്താ? റിഗ്രഷൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റിഗ്രഷൻ ഇക്വേഷനെയും വാല്യൂസിനെയും ഒരു ചാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒന്നുകിൽ അപ്വേർഡ് ലൈൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഡൗൺവേർഡ് ലൈൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തായിരിക്കും? ഡൗൺവേർഡ് ലൈൻ ആയിരിക്കും. പോസിറ്റീവ് റിലേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും? അപ്വേർഡ് ലൈൻ ആയിരിക്കും. അപ്പൊ ഇവിടെ കോറിലേഷൻ നെഗറ്റീവ് ആണ്, അത് പെർഫെക്റ്റ് നെഗറ്റീവ് ആണ്. പെർഫെക്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ വി കോൾ ഇറ്റ് -1 അല്ലെ, വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. സോ റിഗ്രഷൻ ലൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഡൗൺവേർഡ് ലൈൻ ആയിരിക്കും. പോസിറ്റീവ് ആയിരുന്നുവെങ്കിൽ അപ്വേർഡ് ലൈൻ ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഓപ്ഷൻ എ അല്ല, ഒന്നാമത്തെ സാധനമാണ് റൈറ്റ്. അത് ഓപ്ഷൻ ഡിയിലാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് എന്നുള്ളത്. ഓക്കെ, 69 സ്റ്റുഡൻസ് ശരിയാക്കിയ ഉത്തരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഓഫ് എ റിഗ്രഷൻ അനാലിസിസ് ഇസ് ഡാഷ്. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ? നമ്മൾ അതിനെ R എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ. -1ഉം +1ഉം നമ്മളിപ്പോ പറഞ്ഞു, അതിനെ നമ്മൾ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന R എന്നുള്ള വാല്യൂലാണ്. കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷന്റെ വാല്യൂ എന്താണ്? നമ്മൾ R² എന്നാണ് പറയുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആറും കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ R²ആണ്. അപ്പൊ ഇനി നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ, ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ട് നിർവചിച്ചിട്ടുള്ളത്? കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഓഫ് എ റിഗ്രഷൻ അനാലിസിസ് ഇസ് ദ സ്ക്വയർ ആണോ? സ്ക്വയർ അല്ല. സ്ക്വയർ ആകുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ ആവുകയാണ് ചെയ്യുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷന്റെ വാല്യൂ ആണ് R². സോ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ R² ആണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്തായിരിക്കും? R²ന്റെ റൂട്ട് ആയിരിക്കും. ചിന്തിച്ച് നോക്കുക. കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഞാൻ എന്നെ ചുരുക്കി, നിങ്ങൾക്ക് എപ്പോഴും തിരിഞ്ഞു പോയിരിക്കാൻ CD എന്നും CC എന്നും പറയാം. ഓക്കെ, CD-യുടെ സ്ക്വയർ റൂട്ട് ആയിരിക്കും CC. റിലേഷൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്തായിരിക്കും? CD-യുടെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. CC-യുടെ സ്ക്വയർ ആണ് CD. CC-യുടെ സ്ക്വയർ ആണ് എന്ത്? CD. കോറിലേഷന്റെ സ്ക്വയർ ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ ആയിട്ട് വരിക. അപ്പൊ തിരിച്ച് ചിന്തിക്കുമ്പോൾ എന്താ? കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷന്റെ സ്ക്വയർ റൂട്ട് ആണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ആറും R². അപ്പൊ R² തന്നിട്ട് R കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത്ര ആലോചിച്ചാൽ മതി. നിങ്ങളുടെ അടുത്ത് R² തന്നിരിക്കുന്നു, R-ന്റെ വാല്യൂ എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? R²ന്റെ സ്ക്വയർ റൂട്ട് കണ്ടാ പോരെ. 81 ആണ് R²ന്റെ വാല്യൂ എന്ന് വിചാരിക്കുക. 81, 81. അങ്ങനെയാണെങ്കിൽ R-ന്റെ വാല്യൂ എത്രയായിരിക്കും? 9 ആയിരിക്കില്ലേ? R-ന്റെ വാല്യൂ എന്തായിരിക്കും? 9 ആയിരിക്കും. 9 × 9 അല്ലേ 81. സോ 81ന്റെ സ്ക്വയർ റൂട്ട് നോക്കുമ്പോൾ ആരായിരിക്കും വരിക? 9 ആയിരിക്കും വരിക. സോ R²ന്റെ സ്ക്വയർ റൂട്ടാണ് ആര്? കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, സ്ക്വയർ റൂട്ട് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ. അടുത്ത ചോദ്യം, which of the following statement is accurate with the respective correlation coefficient of a simple regression analysis? ഒരു സിമ്പിൾ റിഗ്രഷൻ അനാലിസിസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ കോഎഫിഷ്യന്റ് കോറിലേഷൻ അതുമായിട്ട് CC നമ്മൾ കുറച്ചും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അതിനെ കറക്റ്റ് ആയിട്ട് നിർവചിക്കുന്നത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്യുറേറ്റ് ആയിട്ട് നിർവചിക്കുന്നത് ഏത്? ഓരോ ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാലും. ഐ വിൽ ഗീവ് യു ടൈം. നിങ്ങൾ വായിച്ചു നോക്കോളൂ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്. ഓപ്ഷൻ എന്താണ് പറയുന്നത്? 0.85. R-ന്റെ വാല്യൂ 0.85 എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കുറവാണ് എന്നാണ് അർത്ഥം. പക്ഷെ റിഗ്രഷൻ ലൈൻ അപ്വേർഡ് ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ കോറിലേഷൻ കുറവാണെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് കോറിലേഷൻ കൂടുതലാണ്, പക്ഷെ റിഗ്രഷൻ ലൈൻ ഡൗൺവേർഡ് ആണെന്നാണ് പറയുന്നത്. സി പറയുന്നത് -0.85 എന്ന് പറഞ്ഞാൽ കോറിലേഷൻ ലോ ആണെന്നാണ്, അതോടൊപ്പം തന്നെ റിഗ്രഷൻ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്നാണ്. ഡിയിൽ പറയുന്നത് 0.85 R-ന്റെ വാല്യൂ വന്നാൽ കോറിലേഷൻ ഹൈ ആണ്, പക്ഷെ റിഗ്രഷൻ ലൈൻ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഏതാണ് ശരി ഉത്തരം? ആലോചിച്ച് നോക്കൂ, ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ? കാരണം -0.85 എന്ന് പറഞ്ഞാൽ മൈനസ് എന്നുള്ള വാല്യൂവിടെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട. ഇറ്റ് ഇസ് ക്ലോസ് ടു 1. -1 ഏറ്റവും അടുത്ത് കിടക്കുന്ന വാല്യൂ അല്ലേ? അതായത് -1 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. 0.85 എന്ന് പറഞ്ഞാൽ അപ്പോ തീരെ തരക്കേടില്ലാത്ത ഒരു കോറിലേഷൻ അല്ലേ? നിങ്ങൾക്ക് 100-ൽ 85 മാർക്ക് കിട്ടി എന്ന് വിചാരിച്ചാൽ 85 മാർക്ക് മോശം മാർക്കാണോ? അത്യാവശ്യം നല്ല മാർക്കല്ലേ? സിമിലർലി 0.85 ആണെങ്കിലും 0.80 ആണെങ്കിലും 0.75 ആണെങ്കിലും അത്യാവശ്യം റീസണബിൾ റിലേഷൻ ഉണ്ട്. പെർഫെക്റ്റ് അല്ലെന്നേ ഉള്ളൂ. പെർഫെക്റ്റ് ആവാൻ ഒരു 15% കൂടെ വേണം, അതില്ല. പക്ഷെ സ്റ്റിൽ വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ആസ് ഹൈ കോറിലേഷൻ ആണ്. ഇനി റിഗ്രഷൻ ലൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ റിഗ്രഷൻ ലൈൻ എന്തായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നെഗറ്റീവ് ആണെങ്കിൽ റിഗ്രഷൻ ലൈൻ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഓക്കെ,
സോ നിങ്ങൾ എപ്പോഴും ഇതിന്റെ വാല്യൂസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് വാല്യൂ വരുമ്പോൾ -1ന്റെയും +1നെയും ചേർത്ത് ഏറ്റവും അടുത്ത് കിടക്കുന്ന വാല്യൂസ് ആണ് ഹൈ കോറിലേഷൻ. -1 +1 വന്നാൽ ഒന്നും ആലോചിക്കണ്ട, പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. -1ന് താഴെ 0.95 എന്ന് വന്നാൽ ഹൈ കോറിലേഷൻ ആണ്. 0.9 എന്ന് വന്നാൽ ഹൈ കോറിലേഷൻ ആണ്. 0യുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് കോറിലേഷൻ എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. സോ 0ക്ക് വീക്കസ്റ്റ് ലിങ്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ 0നെ കൺസിഡർ ചെയ്യണം. ഹയസ്റ്റ് ലിങ്ക് ചോദിക്കുമ്പോൾ -1നോ +1നോ ഏറ്റവും അടുത്ത് കിടക്കുന്ന വാല്യൂസ് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോറിലേഷൻ കോഎഫിഷ്യന്റ് R എക്സും വൈയും തമ്മിലുള്ള റിലേഷനെ സൂചിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇവിടെ അത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് R ന്റെ വാല്യൂ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ വാല്യൂ 0.6 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് പ്രപ്പോർഷൻ ഓഫ് വേരിയേഷൻ ഇൻ ഡിപെൻഡന്റ് വേരിയബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ പ്രപ്പോർഷൻ ഓഫ് വേരിയേഷൻ ഇൻ ഡിപെൻഡന്റ് വേരിയബിൾ? ഈ പ്രപ്പോർഷൻ ഓഫ് വേരിയേഷൻ ഇൻ ഡിപെൻഡന്റ് വേരിയബിളിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. സോ ടെക്നിക്കലി അവരിവിടെ ചോദിച്ചിരിക്കുന്നത് എത്രയാണ് ഈ ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ അഥവാ CD, അല്ലെങ്കിൽ നമുക്ക് അതിനെ R² എന്ന് വിളിക്കാം. R-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. R²ന്റെ വാല്യൂ എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. R²ന്റെ വാല്യൂ 6.6 ആണെങ്കിൽ R²ന്റെ വാല്യൂ എത്ര ആയിരിക്കും മക്കളെ? ആലോചിച്ച് പറ. 6 × 6 അല്ലെ, 0.6 × 6 എത്ര വരും? 6 36 അല്ലെ, 36% അല്ലേ വരേണ്ടത്. R-ന്റെ വാല്യൂ 6 ആണെങ്കിൽ 0.6 ആയിക്കോട്ടെ, ബട്ട് സ്റ്റിൽ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര വരിക? 36% ആണ് വരിക. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന വാക്കല്ല തന്നിരിക്കുന്നത്, പകരം അത് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാ, proportion of variation in dependent variable because of the independent variable. ഇൻഡിപെൻഡന്റ് വേരിയബിൾ കാരണം നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടായ പ്രപ്പോർഷൻ എത്രയാണ്, ആ പ്രപ്പോർഷനെ സൂചിപ്പിക്കുന്ന ടേം ആണ് R² അഥവാ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ. സോ ആ ഒരു ടേം ഓർത്തിരിക്കുക. CD എന്ന് ചോദിക്കുന്നതിന് പകരം ഈ ഒരു വാക്ക് ചിലപ്പോൾ ക്വസ്റ്റിന് വരും. അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. R തന്നിട്ടുണ്ട്, R² എത്രയായിരിക്കും? 6 × 6 36. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following would not be a type of pattern of a time series analysis? ടൈം സീരീസ് അനാലിസിന്റെ ഒരു പാറ്റേൺ അല്ലാത്തത് ഇത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സീസണാലിറ്റി പറഞ്ഞു, സൈക്ലിക്കാലിറ്റി പറഞ്ഞു, ട്രെൻഡ് പറഞ്ഞു, കൂട്ടത്തിൽ ചേരാത്തതാരാ? ബേസിക് അല്ലെ. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. സോ ബേസിക് എന്ന് പറയുന്ന ഒരു പാറ്റേൺ നമ്മുടെ ടൈം സീരീസ് അനാലിസിസ് ഇല്ല. ഏതൊക്കെയുള്ളത്? സീസണാലിറ്റി ഉണ്ട്, സൈക്ലിക്കാലിറ്റി ഉണ്ട്, ട്രെൻഡ് പാറ്റേൺ ഉണ്ട്, പിന്നെ എന്താണ്? ഇറഗുലർ പാറ്റേൺ ആണ്. ഇറഗുലർ പാറ്റേൺ 92% ആൾക്കാർ ശരിയാക്കി. ഈസി ചോദ്യമാണത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Correlation is a term frequently used in conjunction with the regression analysis and is measured by the value R. The best explanation of the value R is that R-ന്റെ വാല്യൂന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ റിലേഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് R? R is a measure of relationship between two variables. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു മെഷർമെന്റ് ആണ് എന്ന് പറയുന്നത് R എന്ന് പറയുന്നത് അല്ലെ. എക്സും വൈയും എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ്, ആ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ R എന്ന വാക്കുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ കൊണ്ട് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ഡി, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ റിലേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഈസി ചോദ്യമായിരുന്നു. നെക്സ്റ്റ്. A time series analysis used in modeling can be classified as which of the following types of data analytics? നമുക്ക് ടൈം സീരീസ് അനാലിസിസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ അനലിറ്റിക്സുകൾ ഏതൊക്കെ? നമ്മൾ ടൈപ്സ് ഓഫ് ഡേറ്റ അനലിറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക്, പ്രഡിക്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് അല്ലെ. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഹാപ്പൻഡ്, എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു അനലിറ്റിക്സ് ആണ് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന്, വൈ ഹാപ്പൻഡ് എന്ന് പറഞ്ഞു തരുന്നതാണ് ഡയഗ്നോസ്റ്റിക്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു തരുന്നതാണ് പ്രഡിക്റ്റീവ്. എന്താണ് ആക്ച്വലി സംഭവിക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നതാണ് പ്രിസ്ക്രിപ്റ്റീവ്. ഇതിൽ ടൈം സീരീസ് അനാലിസിസ് ഈ ഡേറ്റ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ പോസിബിൾ ആയിട്ടുള്ള രണ്ട് ടൈപ്സ് ഓഫ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്, ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ആണ്. മുൻകാലങ്ങളിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കാറിന്റെ വിൽപ്പന കൂടിയ കണക്കാണ് നമ്മൾ കണ്ടല്ലേ. ഓരോ വർഷവും കാറിന്റെ എണ്ണം കൂടി. അപ്പൊ പാസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്ന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കണ്ടെത്താൻ ആർക്ക് സാധിക്കും? നമ്മുടെ ടൈം സീരീസ് അനാലിസിസിൽ കണ്ടെത്താൻ പറ്റും. പിന്നെ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് പ്രഡിക്ഷൻ ആണ്. അടുത്ത വർഷം എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷം എന്ത് സംഭവിക്കും, 5 വർഷത്തിനുള്ളിൽ എന്ത് സംഭവിക്കും, അങ്ങനെ പ്രഡിക്ഷൻസ് നടത്താനും സാധിക്കും. അപ്പൊ ആ ഒരു സെനാരിയോയിൽ നമുക്ക് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ്, മറ്റൊന്ന് പ്രഡിക്റ്റീവ്. ഈ രണ്ട് കാര്യങ്ങളാണ് ടൈം സീരീസ് അനാലിസിസ് മോഡലിംഗ് കൊണ്ട് നമുക്ക് സാധ്യമാകുന്നത്. ഓപ്ഷൻ 1 ഉം 3 വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇപ്പൊ ഓർത്തിരിക്കുക, ടൈം സീരീസ് അനാലിസിസിന്റെ മോഡലിംഗ് കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ഡേറ്റ അനലിറ്റിക്സ് രീതി എന്ന് പറയുന്നത് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ അനലിറ്റിക്സ്, മറ്റൊന്ന് പ്രഡിക്റ്റീവ് ഡേറ്റ അനലിറ്റിക്സും. ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണ്, പക്ഷെ ഉത്തരം വളരെ ചിലപ്പോൾ ചെറുതായിരിക്കും. നിങ്ങൾക്ക് നോക്കാം. ഓട്ടോമേറ്റ് കമ്പനി ഒരു ഓട്ടോമേറ്റ് മൊബൈൽ റിപ്ലേസ്മെന്റ് പാർട്ട് ഡീലറാണ്. അദ്ദേഹം ഒരു വലിയ മെട്രോപൊളിറ്റൻ കമ്മ്യൂണിറ്റിയിലെ വലിയൊരു ഓട്ടോമൊബൈൽ നമ്മുടെ കാർ കമ്പനികളുടെയൊക്കെ പാർട്സ് ഡീലറാണ്.
അവരവരുടെ സെയിൽസ് ഫോർകാസ്റ്റ് വരാൻ പോകുന്ന ഒരു വർഷത്തേക്ക് പ്ലാൻ ചെയ്യുകയാണ്. Data regarding the both automates and industry sales of replacement part as well as both used and new automobile sales in the community for the last 10 years have been accumulated. അപ്പൊ അവർ ഈ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ പറഞ്ഞ കമ്പനിയുടെ ഡേറ്റ നോക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയിൽ നടക്കുന്ന സെയിൽസിന്റെ ഡേറ്റ എടുക്കുന്നുണ്ട്, പുതിയ കമ്പനികളുടെ സെയിൽസിന്റെ ഡേറ്റ എടുക്കുന്നുണ്ട്. അതും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള എല്ലാത്തരം സെയിൽസിന്റെ ഡേറ്റയും ഉപയോഗിച്ചുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാൽക്കുലേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. A Photomate wants to determine if its sales of replacement parts are patterned after the industry sales. അപ്പൊ അവർക്ക് ഇതിൽ കണ്ടെത്തേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, അവരുടെ സെയിൽസും ഇൻഡസ്ട്രിയുടെ സെയിൽസും തമ്മിൽ എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ? അതായത് ഇൻഡസ്ട്രി സെയിൽസ് കൂടുമ്പോൾ അവരുടെ സെയിൽസ് കൂടുമോ, അല്ലെങ്കിൽ പുതിയ കമ്പനികളുടെ സെയിൽസിന് കൂടുന്നതനുസരിച്ചോ കുറയുന്നതനുസരിച്ചോ നമ്മുടെ കമ്പനിയുടെ സെയിൽസിനെ ബാധിക്കുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമുലേഷൻ ടെക്നിക്സ് ഉണ്ട് ഓപ്ഷനിൽ, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ഉണ്ട്, ടൈം സീരീസ് അനാലിസിസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? തീർച്ചയായിട്ടും മറ്റവന്റെ വാല്യൂസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ വാല്യൂസ് കൂടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഏത് തന്നെയാണ്? റിഗ്രഷൻ അനാലിസിസ് ആണ്, അല്ലെ? ഇൻഡസ്ട്രിയുടെ സെയിൽസ് കൂടുമ്പോൾ നമ്മുടെ സെയിൽസ് കൂടുന്നോ? എക്സും വൈയും. ഇൻഡസ്ട്രിയുടെ സെയിൽസ് എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് എക്സ്, നമ്മുടെ സെയിൽസ് ആണ് വൈ. അല്ലെങ്കിൽ പുതിയ കമ്പനികളുടെ സെയിൽസ് കൂടുമ്പോൾ നമ്മുടെ സെയിൽസ് കുറയുന്നുണ്ടോ? അവിടെ പുതിയ കമ്പനികളുടെ സെയിൽസ് ആണ് എക്സ്, നമ്മുടെ കമ്പനിയുടെ സെയിൽസ് വൈ. സോ അപ്പോൾ അവിടെ ഈ രീതിയിലുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺ കണ്ടെത്താൻ നമുക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്? കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ വാല്യൂ ഓഫ് ആർ സ്ക്വയർ ഓഫ് എ സിമ്പിൾ റിഗ്രഷൻ അനാലിസിസ് ഇൻഡിക്കേറ്റ്? ആർ സ്ക്വയർ എന്തിനെ സൂചിപ്പിക്കുന്നു? നിങ്ങൾ തന്നെ ഓപ്ഷൻസ് വായിച്ച് നോക്കിക്കോളൂ. ആർ സ്ക്വയർ എന്തിനെ സൂചിപ്പിക്കുന്നു ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഓപ്ഷൻ വായിച്ചിട്ട് ആർ സ്ക്വയർ നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ്, പല ചോദ്യത്തിലും ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ആർ സ്ക്വയറിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ നിങ്ങൾ തന്നെ മനസ്സിലൊന്ന് കണ്ടേ ഓപ്ഷൻ വായിച്ചിട്ട്. അതിനുശേഷം ഞാൻ കറക്റ്റ് ആൻസറിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ആർ സ്ക്വയറിന്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവിലേക്ക് പോയില്ല, അല്ലെ? സീറോയ്ക്കും വണ്ണിനും ഇടയിലായിരിക്കും ആർ സ്ക്വയറിന്റെ വാല്യൂ. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനെയാണ് നമ്മൾ -1 to +1 എന്ന് പറയുന്നത്. അവിടെ മാത്രമേ നെഗറ്റീവ് വരുള്ളൂ. ആർ സ്ക്വയറിലേക്ക് വരുമ്പോൾ അവിടെ സീറോയ്ക്കും 1നും ഇടയിൽ മാത്രമാണ് വരുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് പല ഓപ്ഷൻസും കട്ട് ചെയ്ത് കളയാം, അല്ലെ? നിങ്ങൾക്ക് ഓൾറെഡി ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും. ഏതാണ് ആൻസർ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, അല്ലെ? നെഗറ്റീവ് എന്നുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ തെറ്റാണ്. ദ വാല്യൂ ഓഫ് ആർ സ്ക്വയർഡ് റെപ്രസെന്റ്സ് ദ പെർസെന്റേജ് ഓഫ് ടോട്ടൽ വേരിയേഷൻ. തൊട്ട് മുന്നേ ഒരു ചോദ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആർ സ്ക്വയർ ചോദിക്കാൻ വേണ്ടി അവരിട്ട വാക്കെന്തായിരുന്നു? പെർസെന്റേജ് ഓഫ് അല്ലെങ്കിൽ പ്രപ്പോർഷൻ ഓഫ് ടോട്ടൽ വേരിയേഷൻ. പെർസെന്റേജ് ഓഫ് ടോട്ടൽ വേരിയേഷൻ അല്ലെങ്കിൽ പ്രപ്പോർഷൻ ഓഫ് ടോട്ടൽ വേരിയേഷൻ. ആരുടെ? ഓഫ് ദ ഡിപെൻഡന്റ് വേരിയബിൾ ബൈ ബിക്കോസ് ഓഫ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ് കാരണം ഡിപെൻഡന്റ് വേരിയബിൾ വൈയിൽ എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് നോക്കിയാൽ മനസ്സിലാവും? ആർ സ്ക്വയർ നോക്കിയാൽ മനസ്സിലാവും. ആർ സ്ക്വയർ 1 ആണെങ്കിൽ അത് പെർഫെക്റ്റ് ആണ്. മറ്റേതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം, അതായത് വൈയിലുണ്ടായ ചേഞ്ചിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആര് കാരണമാണ്? എക്സ് കാരണമാണെന്ന് പറയേണ്ടി വരും. if r square is equal to 1. r square 0 ആണെങ്കിലോ? r square 0 ആണെങ്കിൽ എക്സ് വൈക്കകത്തുണ്ടായ ചേഞ്ചിൽ എക്സിന് യാതൊരു ബന്ധവും ഇല്ലെന്ന് അർത്ഥം, ഒരു പ്രൊപ്പോർഷണൽ വേരിയേഷൻ ഇല്ലെന്ന് അർത്ഥം. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. റിസൾട്ട് ഓഫ് റിഗ്രഷൻ വൈ ആൻഡ് എക്സ്. നമുക്ക് വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്, പക്ഷെ പേരുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്ലാസ്സിൽ ഇന്റർസെപ്റ്റ്, സ്ലോപ്പ് എന്നൊക്കെ ആയിരിക്കും തരുന്നത്, അല്ലെ? ഇന്റർസെപ്റ്റ് എന്താണ്? ഇന്റർസെപ്റ്റിന് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് എയുടെ വാല്യൂ ആണ് ഇന്റർസെപ്റ്റ്. y is equal to a plus bx ലെ എയുടെ വാല്യൂ ആണ് ഇന്റർസെപ്റ്റ്, ബിയുടെ വാല്യൂ ആണ് സ്ലോപ്പ്, അല്ലെങ്കിൽ ബിനെയാണ് സ്ലോപ്പ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് തിരിഞ്ഞു പോയാൽ ഈ ഉത്തരം കിട്ടില്ല. സോ നമ്മുടെ ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ 10 ആണെങ്കിൽ വൈയുടെ വാല്യൂ എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സിന്റെ വാല്യൂ 10 ആണെങ്കിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് വൈ? നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? y is equal to 5.23 plus 1.54x, അല്ലെ? 1.54x means x is equal to 10. അങ്ങനെയാണെങ്കിൽ 1.54 into 10 15.4. 15.4 പ്ലസ് 5.23. 15.4 പ്ലസ് 5.23 എന്ന് പറയുമ്പോൾ 20.63 ആയിരിക്കും ഉത്തരം. സോ ഇക്വേഷൻ ഇസ് വെരി സിമ്പിൾ. ഇവിടെ ആകെ നമ്മളെ തെറ്റിക്കാനോ കൺഫ്യൂസ് ആക്കാനോ വേണ്ടിയിട്ടാണ് എ എന്നോ ബി എന്നോ തരാതെ ഇന്റർസെപ്റ്റ് എന്നും സ്ലോപ്പ് എന്നും തരുന്നത്. സോ ഇന്റർസെപ്റ്റ് ഈസ് എ, ഫിക്സഡ് കോസ്റ്റ് ആണ്. സ്ലോപ്പ് വേരിയബിൾ കോഎഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് ആണ് 1.54. സോ 5.23 പ്ലസ് 1.54 into 10, ദാറ്റ് ഈസ് 20.63. That is the right answer. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇത് ഫോക്കിലെ ക്വസ്റ്റൻ ആണ്. ഇവരവിടെ ഈ വൈയും എയും ബിയും ഒക്കെ വ്യത്യസ്തമായിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ y is equal to a plus bx എന്ന് പഠിച്ചാൽ മതി. അതാണ് ഏറ്റവും ബേസിക് ഇക്വേഷൻ. ഇവര് ക്വസ്റ്റൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വേറെ എയും ബി ഒക്കെ അങ്ങോട്ട് തിരിച്ചിടും, നമുക്ക് കൺഫ്യൂഷൻ ആവും. നമ്മളത് ഫോളോ ചെയ്യണ്ട. y is equal to a plus bx
എ ഫിക്സഡ് കോസ്റ്റ്, ബി വേരിയബിൾ കോസ്റ്റ്. എനെ നമ്മൾ ഇന്റർസെപ്റ്റ് എന്നും പറയും, ബിനെ നമ്മൾ സ്ലോപ്പ് എന്നും വിളിക്കും. ആ പേരുകൾ ഓർത്തിരിക്കുക. When two variables are regressed against one another, if the variation in the dependent variable is entirely explained by the variation of independent variable, then the value of coefficient of determination r square is r സ്ക്വയറിന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ r സ്ക്വയറിന്റെ വാല്യൂ അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഉണ്ട്. ഇഫ് ദ വേരിയേഷൻ ഇൻ ദ ഡിപെൻഡന്റ് വേരിയബിൾ, വൈയുടെ വേരിയേഷൻ എൻറ്റയർലി എക്സ്പ്ലെയിൻഡ് ബൈ വേരിയേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണെങ്കിൽ, അതായത് വൈയുടെ വാല്യൂവിൽ ഉണ്ടായ ചേഞ്ചിനെ പൂർണ്ണമായിട്ടും കാരണക്കാരൻ എക്സ് ആണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. വൈ എന്ന ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടായിട്ടുള്ള ചേഞ്ചിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിന്റെ വേരിയേഷന്റെ മുഴുവൻ കാരണവും ആരാണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണെങ്കിൽ അവിടെ ആർ സ്ക്വയറിന്റെ വാല്യൂ എത്ര ആയിരിക്കും? തീർച്ചയായിട്ടും ഹയസ്റ്റ് വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എത്രയാണ്? 1 അല്ലേ, +1 അല്ലേ? 0യ്ക്കും 1നും ഇടയിലാണ് അതിന്റെ മൂല്യം. അപ്പൊ എക്സ് കാരണമാണ് വൈയിലെ മുഴുവൻ ചേഞ്ച് ഉണ്ടായത്. അതാണ് എൻറ്റയർലി എക്സ്പ്ലെയിൻ. ഈ വാക്കാണ് ഇമ്പോർട്ടന്റ്. ഡിപെൻഡന്റ് വേരിയബിളിലെ ചേഞ്ച് എൻറ്റയർലി എക്സ്പ്ലെയിൻഡ് ബൈ വേരിയേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണെങ്കിൽ ആർ സ്ക്വയർ എത്രയായിരിക്കും? തീർച്ചയായിട്ടും 1 ആയിരിക്കും. പോസിറ്റീവ് 1 ആയിരിക്കും. പൂർണ്ണമായിട്ടും ഉള്ള ഒരു റിലേഷൻഷിപ്പ്, വേരിയേഷന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ കയ്യിലാണ്. ഓക്കെ, ഇവിടെ മൈനസ് വരത്തില്ല. 0.7 0 ആപ്റ്റ് വാല്യൂസ് ആണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഉത്തരമായിട്ട് വരാൻ പറ്റുന്ന വാല്യൂസ് ആണ്. ബട്ട് ദ പോയിന്റ് ഹിയർ ഈസ് ഇറ്റ് ഈസ് എൻറ്റയർലി എക്സ്പ്ലെയിൻഡ്. എക്സ് കാരണമാണ് വൈയിൽ ചേഞ്ച് വന്നിരിക്കുന്നത്, പൂർണ്ണമായിട്ട് എക്സ് കാരണം തന്നെയാണ്. അങ്ങനെ മുഴുവനായിട്ടും എക്സ് കാരണമാണെങ്കിൽ വാല്യൂ വിൽ ബി 1. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അടുത്ത ചോദ്യം. ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഈസ് സിമിലർ ടു നമ്മുടെ ആർ സ്ക്വയറിന്റെ മൂല്യമായിട്ട് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന വാല്യൂവും ആക്ച്വൽ വാല്യൂവും തമ്മിൽ എത്രത്തോളം മാച്ചിങ് ആണ്. ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ റിഗ്രഷൻ ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ട്, പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു മോഡൽ ഉണ്ട്. അതിന്റെ വാല്യൂ ആക്ച്വലി ഇത് സംഭവിക്കുമല്ലോ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ആ ഒരു സംഭവം ഒരു സമയമാകുമ്പോൾ സംഭവിക്കുമല്ലോ, ആ സംഭവിക്കുന്ന വാല്യൂസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പൊ എത്രത്തോളം നന്നായിട്ട് മാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് സൂചിപ്പിക്കുന്നത്. ഗുഡ്നെസ് ഓഫ് ഫിറ്റ് നല്ലതാണെങ്കിൽ, കൂടുതലാണെങ്കിൽ, അതിന്റെ വാല്യൂ നല്ലതാണെങ്കിൽ അവിടെ മാച്ചിങ് ഡേറ്റ ആണെന്ന് അർത്ഥം. നിങ്ങളുടെ പ്രെഡിക്റ്റഡ് വാല്യൂ ആക്ച്വൽ വാല്യൂ തമ്മിൽ നല്ല മാച്ച് ഉണ്ട് എന്നാണ്. ഓപ്ഷൻ ഡി എന്ന് വായിക്കാം. ദ ഡിഗ്രി ടു വിച്ച് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ആക്യുറേറ്റ്ലി ക്യാപ്ചേഴ്സ് ദ അണ്ടർലൈങ് ട്രെൻഡ് ഓഫ് ദ ഡേറ്റ ആൻഡ് ടു വിച്ച് ദ ആക്ച്വൽ ഒബ്സർവ്ഡ് വാല്യൂസ് മാച്ച് ദ വാല്യൂസ് predicted by the model. A linear relationship between an independent and a dependent variable means that ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒരു ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ്, അതിനെ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കോളൂ. ഇവിടെ എയും സിയും റോങ് ആണ് എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. എയും സി എന്താണ്? തീർച്ചയായിട്ടും തെറ്റായ ഓപ്ഷൻസ് ആണ്. കാരണം എന്താ? ഇവിടെ ഇത് കൂടുമ്പോൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ കൂടുമ്പോൾ ഡിപെൻഡന്റ് വേരിയബിൾ കൂടണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ കുറയാം. പോസിറ്റീവ് റിലേഷൻ ഉണ്ടാവും, നെഗറ്റീവ് റിലേഷൻ ഉണ്ടാവും, അല്ലെ? അതേസമയം സി എന്താ പറയുന്നത്? രണ്ട് റിലേഷൻഷിപ്പും, ടു വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതും ഒന്നാമത്തെ പോയിന്റ് തന്നെയാണ്. കൂടുമ്പോൾ ഒരുമിച്ച് കൂടും, കുറയുമ്പോൾ ഒരുമിച്ച് കുറയും. അങ്ങനെ മാത്രമേ സംഭവിക്കൂ എന്നാണ് സിയിൽ പറഞ്ഞിരിക്കുന്നത്. ഡിയിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ നമ്മളെ ഒരു പരിധി വരെ ശരിയാണല്ലോ എന്ന് ചിന്തിപ്പിക്കാം. അതായത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന ഫോർകാസ്റ്റുകൾ ഒരു പരിധി വരെ ശരിയായിരിക്കാം. അതിന് നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ റീസണബിളി എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചെങ്കിൽ പോലും ആ റീസണബിളി പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു ഇവന്റ് ആണ്. ആ ഇവന്റിനെയാണ് നമ്മൾ പാസ്റ്റ് ഡേറ്റ ഉപയോഗിച്ച് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. പാസ്റ്റിൽ ആ ഒരു സംഭവമൊക്കെ ഉണ്ടായ ഡേറ്റ ഉണ്ടായതിന് പല കാരണങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് പോലും അറിയാത്ത, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് അണ്ടർലൈൻ ഫാക്ടേഴ്സ് അതിന് പിറകിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതേ സാധനം വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചറിലും അതുപോലെ തന്നെ സംഭവിക്കും, അല്ലെ ഈ രീതിയിലായിരിക്കും ഏകദേശം നടക്കാൻ പോകുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ സാധിക്കില്ല, കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ ഓപ്ഷൻ റോങ് ആണ്. എന്താണ് ഓപ്ഷൻ ബി പറയുന്നത്? ഓപ്ഷൻ ബി വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ അവർ ഭയങ്കര നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ആ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ദ പ്രെഡിക്റ്റഡ് വാല്യൂസ് ഓഫ് ദ ഡിപെൻഡന്റ് വേരിയബിൾ, അതായത് ഡിപെൻഡന്റ് വേരിയബിളിന്റെ പ്രെഡിക്റ്റഡ് വാല്യൂസ് കറസ്പോണ്ടിങ് ടു ഈച്ച് വാല്യൂ ഓഫ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അതിന്റെ ഇൻഡിപെൻഡന്റ് വേരിയബിളുമായിട്ട് നോക്കുന്ന സമയത്ത് റിസൾട്ടിങ് ഫ്രം എ റിഗ്രഷൻ അനാലിസിസ്, അങ്ങനെ ഒരു റിഗ്രഷൻ അനാലിസിസിലൂടെ ഉണ്ടാവുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ അത് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഗ്രാഫ് നമ്മൾ ഒന്ന് വരയ്ക്കണം. ഈ പറഞ്ഞ അത് നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിലും പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിലും ഞാൻ പറഞ്ഞ അപ്വേർഡ് സ്ലോപ്പ്, ഡൗൺവേർഡ് സ്ലോപ്പ് എന്നൊക്കെ വരാറുണ്ട്, അല്ലെ? അപ്പൊ അവിടെ അത് ഒന്നുകിൽ എന്തായിരിക്കാം? സ്ട്രെയിറ്റ് ലൈൻ താഴേക്കുള്ള ഡൗൺവേർഡ് സ്ലോപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മുകളിലേക്കുള്ള അപ്വേർഡ് സ്ലോപ്പ് ആയിരിക്കും.
സോ ബേസിക്കലി ഇറ്റ് കുഡ് ബി എ സ്ട്രൈറ്റ് ലൈൻ. അപ്വേർഡ് ആണെങ്കിലും ഡൗൺവേർഡ് ആണെങ്കിലും അത് എന്താവാനുള്ള സാധ്യതയാണുള്ളത്? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോറിലേഷൻ കോഎഫിഷ്യന്റ് ഓഫ് എ റിഗ്രഷൻ അനാലിസിസ് ഇസ് എ നമ്പർ ബിറ്റ്വീൻ. കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂസ് ഏതായിരിക്കും? -1നും +1നും ഇടയ്ക്കായിരിക്കും അല്ലെ? കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വിൽ ബി ബിറ്റ്വീൻ -1 ആൻഡ് +1. വളരെ ഈസി ആയിട്ടുള്ള ഉത്തരമാണ്. Which of the following statement with respect to regression analysis is not true? റിഗ്രഷൻ അനാലിസുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഓപ്ഷൻ എ എന്താണ് പറയുന്നത്? യൂസ് ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ഡിപെൻഡന്റ് വേരിയബിൾ മേ ലീഡ് ടു മിസ്ലീഡിംഗ് റിസൾട്ട്. ഇൻഅപ്രോപ്രിയേറ്റ് ഡിപെൻഡന്റ് വേരിയബിൾ അല്ല, ഇൻഅപ്രോപ്രിയേറ്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണെങ്കിലാണ് മിസ്ലീഡിംഗ് റിസൾട്ട് ആവുന്നത്. സോ ആ ഓപ്ഷൻ തെറ്റായ ഓപ്ഷനാണ് അല്ലെ? നമ്മുടെ തെറ്റായ ഓപ്ഷൻ ഏതാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഐ തിങ്ക് ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ? യെസ്, ഞാൻ ശരിയാണ് നോക്കി വന്നത്, പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് തെറ്റായിരുന്നു. യൂസ് ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ മേ ലീഡ് ടു മിസ്ലീഡിംഗ്. ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഡിപെൻഡ് ചെയ്തിരിക്കുന്ന ആളല്ലോ, അയാളെ നമ്മൾ കണ്ടെത്തുന്നതേ ഉള്ളൂ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എടുക്കുന്നെങ്കിൽ, ഒരു വേരിയബിൾ ആണ് എടുക്കുന്നെങ്കിൽ ദ റിസൾട്ട് വിൽ ബി റോങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a company uses regression analysis in which monthly advertising expenses are used to predict monthly product sales. റിഗ്രഷൻ അനാലിസിസിൽ അവര് അഡ്വർടൈസിംഗ് എക്സ്പെൻസും പ്രൊഡക്റ്റിന്റെ സെയിലും തമ്മിലുള്ള ഒരു കോറിലേഷൻ ആണ് കണ്ടെത്തുന്നത്. അത് വെച്ചിട്ടാണ് ഫോർകാസ്റ്റ് നടത്തുന്നത്. ബോത്ത് ഇൻ മില്യൺസ് ഓഫ് ഡോളേഴ്സ്. ദ റിസൾട്ട് ഷോ എ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഫോർ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് ഈക്വൽ ടു 0.8. കോഎഫിഷ്യന്റ് കാണിക്കുന്നത് 0.8 ആണ്. ഈ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള 0.8 എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോറിലേഷൻ കോഎഫിഷ്യന്റ് 0.8 ആണ്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ. പ്ലീസ് റീഡ് ദ ഓപ്ഷൻസ്. അതായത് നിങ്ങൾ ഒറ്റ കാര്യം വെച്ചാൽ മതി, അഡ്വർടൈസിംഗിൽ പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ അത് 0.8 സെയിൽസിൽ കലാശിക്കുന്നു, അത്രയും സെയിൽസ് കൂടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അഡ്വർടൈസിംഗ് എക്സ്പെൻസും സെയിൽസും തമ്മിലുള്ള കണക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ റിലേഷൻഷിപ്പ് 0.8 ആണ്. സോ നിങ്ങൾ ₹1 സ്പെൻഡ് ചെയ്യുമ്പോൾ 0.8 സെയിൽസ് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്? $1 നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.8 സെയിൽസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഓപ്ഷൻ സി. ഓൺ ആവറേജ് എവറി അഡീഷണൽ ഡോളർ ഓഫ് അഡ്വർടൈസിംഗ് റിസൾട്ട് ഇൻ 0.8 അഡീഷണൽ സെയിൽസ്. $1 നിങ്ങൾ പരസ്യത്തിനായി ചെലവാക്കുമ്പോൾ $0.8 നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടുന്നുണ്ട്? സെയിൽസ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ $10 ചെലവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 800 പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട്, അല്ലെങ്കിൽ $800 പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് എ കോറിലേഷൻ. നെക്സ്റ്റ്, which of the following is an appropriate use of logistic regression? എന്താണ് ഈ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി നമ്മളുള്ള സിമ്പിൾ ലീനിയർ റിഗ്രഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു ന്യൂമറിക്കൽ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതായത് സെയിൽസ് എത്ര, കോസ്റ്റ് എത്ര, അങ്ങനെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ലോജിസ്റ്റിക് റിഗ്രഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്നതോ കണ്ടെത്താൻ ശ്രമിക്കുന്നതോ ന്യൂമറിക്കൽ വാല്യൂ അല്ല, മറിച്ച് യെസ് ഓർ നോ, അക്സെപ്റ്റ് ഓർ റിജക്ട്, പോണോ വേണ്ടയോ, എടുക്കണോ, വാങ്ങണോ, വിൽക്കണോ, എങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സിമിലർ യെസ് ഓർ നോ, നിങ്ങൾ ഒരിടത്ത് ട്രിപ്പ് പോകാൻ തീരുമാനിക്കുന്നു. അപ്പൊ നിങ്ങൾ ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ നടത്തിയിട്ടായിരിക്കും തീരുമാനിക്കുന്നത്, പോകണോ, യെസ്, അല്ലെങ്കിൽ പോകണ്ട, നോ. അപ്പൊ ഇങ്ങനെ യെസ് ഓർ നോ, അക്സെപ്റ്റ് ഓർ റിജക്ട്, ഈ മോഡലിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കിയേ. അങ്ങനെയുള്ള രീതിയിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലാത്ത ആൻസർ കിട്ടുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി, മനസ്സിലാവും. ക്ലാസിഫൈങ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് as likely to respond favorably or unfavorably to a promotional campaign based on their demographic information. ഫേവറബിളി ഓർ അൺഫേവറബിളി, അത് ന്യൂമറിക്കൽ അല്ലല്ലോ. ഒരു പർട്ടിക്കുലർ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അവരെ നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്താൽ ആ ഏരിയയിലുള്ള ആളുകൾ നമ്മൾക്ക് ഫേവറബിൾ ആയിട്ട് റിയാക്ട് ചെയ്യുമോ, അൺഫേവറബിൾ ആയിട്ട് റിയാക്ട് ചെയ്യുമോ എന്ന് കണ്ടെത്തണം. സോ അവിടെ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ അല്ല നോക്കുന്നത്, ആളുകളുടെ റിയാക്ഷൻ ആണ്, ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ. അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടെത്താനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അക്സെപ്റ്റ് ഓർ റിജക്ട്. ഫോർ എക്സാമ്പിൾ ബാങ്ക് ലോൺ ഒക്കെ അപേക്ഷിക്കുമ്പോൾ, നിങ്ങൾ ഒരു ബാങ്കിൽ ലോൺ അപേക്ഷിക്കുമ്പോൾ ഒന്നുകിൽ ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരും, അല്ലെങ്കിൽ ലോൺ നിഷേധിക്കും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏതായിരിക്കും? ലോജിസ്റ്റിക് റിഗ്രഷൻ ആയിരിക്കും. പ്ലീസ് നോട്ട് ദാറ്റ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ റിഗ്രഷൻ അനാലിസിസ് ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്? ഒരു സിമ്പിൾ റിഗ്രഷൻ അനാലിസിസും മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസും തമ്മിൽ വ്യത്യാസം എന്താ? ഏതിലാണ് കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവുക? മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസിൽ എന്തുണ്ടാവും? കൂടുതൽ
ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും. സിമ്പിൾ റിഗ്രഷൻ അനാലിസിസിൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളെ ഉണ്ടാകുള്ളൂ. സോ വിച്ച് ഇസ് റൈറ്റ് ആൻസർ? A simple regression has only one independent variable, whereas multiple regression has more than one independent variable. പേര് തന്നെ ഉണ്ടല്ലോ, മൾട്ടിപ്പിൾ, ഒന്നിലധികം, അല്ലെ? കറക്റ്റ്, ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മൊത്തം വായിക്കണമെന്നില്ല. The quantitative technique that should be used to determine whether or any of this independent variable might provide a good estimate for shipping cost. ഇൻഡിപെൻഡന്റ് വേരിയബിളും ഷിപ്പിംഗ് കോസ്റ്റും തമ്മിലുള്ള ബന്ധം കാണിക്കണം. നമുക്കറിയാം ലീനിയർ റിഗ്രഷൻ ആണ്. ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ, എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പുള്ള ഒരു സാഹചര്യമാണ്, സെനാരിയോ ആണ് ഉള്ളെങ്കിൽ അവിടെ നിങ്ങൾ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഏതാണ് ഉത്തരം? ലീനിയർ റിഗ്രഷൻ ആണ് ഉത്തരം. ഓപ്ഷൻ എ, ദാറ്റ് ഇസ് റൈറ്റ് ആൻസർ. ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 92% കുട്ടികൾക്ക് ശരിയാക്കിയ ഒരു ചോദ്യമാണ്. അപ്പൊ അത്രയും വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അഗെയിൻ നമ്മുടെ ലോജിസ്റ്റിക് റിഗ്രഷന്റെ ഒരു കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. predicting whether a loan applicant will default on loan based on their credit score. ലോൺ ആപ്ലിക്കന്റ് പൈസ അടയ്ക്കുന്നത് മുടക്കുമോ ഇല്ലയോ അപ്പൊ അവിടെ ഫോർകാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ അല്ല, അയാൾ അടയ്ക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർകാസ്റ്റ് ചെയ്യുന്നത്. വലിയ റീപേ ഓർ നോട്ട്, മുടക്കം വരുത്തുമോ ഇല്ലയോ. സോ അത്തരം ചോദ്യങ്ങൾ, അത്തരം ആൻസേഴ്സ് കിട്ടുന്ന കണ്ടെത്തലുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ യൂസ് ചെയ്യുന്നത്. ഇൻ എ റിഗ്രഷൻ അനാലിസിസ് വാട്ട് ഈസ് എ റെസിജ്വൽ കാൾഡ്? എന്തിനാണ് റെസിജ്വൽ എന്ന് വിളിക്കുന്നത്? എന്തിനാണ് നമ്മളൊരു റെസിജ്വൽ എന്ന് വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Is it the variance between dependent and independent variables, or is the standard error of estimate, or is the confidence interval? അതോ ഓപ്ഷൻ എ ആണ്? ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? ന്യൂമറിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ആക്ച്വൽ ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് ദ ഡിപെൻഡന്റ് വേരിയബിൾ y at a given value of independent variable x and the value of y at the value of x as predicted by the regression equation. നിങ്ങൾ റിഗ്രഷൻ ഇക്വേഷൻ ഉപയോഗിച്ച് പ്രഡിക്റ്റ് ചെയ്യുന്ന വൈയുടെ വാല്യൂ, ആക്ച്വലി ഉള്ള വൈയുടെ വാല്യൂ, യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന വൈയുടെ വാല്യൂ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണോ റെസിജ്വൽ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് റെസിജ്വൽ എന്ന് പറയുന്നത്. നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിഗ്രഷൻ ഇക്വേഷൻ ഉപയോഗിച്ച് വൈയുടെ വാല്യൂ കണ്ടെത്തുന്നു. അതിനുശേഷം റിയാലിറ്റിയിൽ ആ വൈയുടെ വാല്യൂ ഉണ്ടാവുമല്ലോ. ഒരു സമയത്ത് ഇപ്പൊ സെയിൽസ് ആണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തത്. ജൂണിലെ സെയിൽസ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തു 100. ആക്ച്വലി ജൂൺ കഴിഞ്ഞ് ജൂലൈ ആയപ്പോൾ നമുക്ക് മനസ്സിലായി ജൂണിൽ 86 സെയിലാണ് നടന്നത്. വിച്ച് മീൻസ് നിങ്ങൾ പ്രഡിക്ട് ചെയ്തത് 100, ആക്ച്വലി നടന്നത് 86. ഡിഫറൻസ് ഈസ് 14. ആ 14 നമ്മൾ എന്തെന്ന് വിളിക്കും? റെസിജ്വൽ എന്നാണ് വിളിക്കുക. ഓക്കെ, പ്ലീസ് നോട്ട് ദാറ്റ്. അതിന് നമ്മൾ എന്താ വിളിക്കുക? റെസിജ്വൽ എന്നാണ് വിളിക്കുക. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. നിങ്ങളുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. സ്മിത്ത് അഡ്വർടൈസിംഗ് കമ്പനിയുടെ എക്സ്പെൻസ് ഒരു മാസം 1000 ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് അവരുടെ സെയിൽ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്വർടൈസിംഗ് എക്സ്പെൻസ് എ ആണ്. സോ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് അഡ്വർടൈസിംഗ് എക്സ്പെൻസ്. അപ്പൊ അഡ്വർടൈസിംഗ് എക്സ്പെൻസ് 1000 ആണെങ്കിൽ സെയിൽ എത്രയായിരിക്കും? നിങ്ങൾക്ക് എയും ബിയും ഒക്കെ തന്നിട്ടുണ്ട്. 10,000 ആണ് എ, വേരിയബിൾ കോഎഫിഷ്യന്റ് 2.5 ആണ്, എയുടെ സ്ഥാനത്ത് 1000 ആണ്. സോ എങ്ങനെ ഇക്വേഷൻ വരിക? 10,000 പ്ലസ് 2.5 ഇൻറ്റു 1000, 10,000 പ്ലസ് 2.5 ഇൻറ്റു 1000. ഹൗ മച്ച്? 12,500 അല്ലെ? ഓപ്ഷൻ ഡി 12,500 വരും. 2.5 ഇൻറ്റു 1000 എത്രയാ? 2,500 അല്ലേ? പ്ലസ് 10,000, 12,500 ആണ് ശരിയായ ഉത്തരം. ജസ്റ്റ് ലുക്ക്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. y is equal to a plus bx. അതിൽ എയും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്, എക്സ് തന്നിട്ടുണ്ട്. ഇവിടെ അവര് എക്സിനെ എ എന്നുള്ള രീതിയിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നതേ ഉള്ളൂ. അഡ്വർടൈസിംഗ് ആണ്. സോ അഡ്വർടൈസിംഗ് 1000 ആണെങ്കിൽ സെയിൽ എത്രയായിരിക്കും? 12,500. ഇവിടെ നമുക്കൊരു മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അതിൽ എ സ്റ്റാൻഡ്സ് ഫോർ അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചർ, പി സ്റ്റാൻഡ്സ് ഫോർ പോപ്പുലേഷൻ. റിഗ്രഷന്റെ ഇക്വേഷൻ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ തന്നിട്ടുണ്ട്. അത് ബീറ്റ എന്നൊക്കെ രീതിയിലാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇത് ഫിക്സഡ് കോസ്റ്റ് ആണ്. എ എന്ന് y is equal to a plus bx ൽ ഇത് എ ആണ്. b1 x1 ഏതാണ് ഇത് വരേണ്ടത്? b1 x1 അതിൽ ഫസ്റ്റ് വേരിയബിൾ എ അഡ്വർടൈസിംഗ് ആണ്. b2 x2 എന്നാണ് വരേണ്ടത്. ഇവിടെ p ആണ് x2 എന്ന് പറയുന്ന വേരിയബിൾ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് പോപ്പുലേഷൻ. സോ ഇവിടെ അഡ്വർടൈസിംഗ്, പോപ്പുലേഷൻ, 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. $27 ലക്ഷം ആണ് ഫിക്സഡ് കോസ്റ്റ്. b1 ഫസ്റ്റ് വേരിയബിൾ കോഎഫിഷ്യന്റ് 1.05 ആണ്. b2 രണ്ടാമത്തെ വേരിയബിൾ കോഎഫിഷ്യന്റ് 0.03 ആണ്. അഡ്വർടൈസിംഗ് 42,000. പിയുടെ വാല്യൂ, പി മീൻസ് പോപ്പുലേഷന്റെ വാല്യൂ 2,46,000. ഇത് ഓൾറെഡി ഒരു തന്നിരിക്കുന്നതാണ്. നമ്മളിത് ചോദിച്ചിരിക്കുന്നത് എന്താ? പക്ഷേ വാട്ട് വുഡ് ബി ദ പ്രഡിക്റ്റഡ് ചേഞ്ച് ഇൻ സെയിൽസ് ഇഫ് ദ പോപ്പുലേഷൻ ഇൻക്രീസസ് ബൈ 2,000 ആൻഡ് അഡ്വർടൈസിംഗ് ഇൻക്രീസസ് ബൈ 5,000? പോപ്പുലേഷൻ 2000 കൂടുകയും എക്സ്പെൻഡിച്ചർ 5000 കൂടുകയാണെങ്കിൽ പ്രഡിക്റ്റഡ് ചേഞ്ച് ഇൻ സെയിൽസ് ആണ് ചോദിച്ചത്. പ്രഡിക്റ്റഡ് ചേഞ്ച് ഇൻ സെയിൽസ്, നോട്ട് ദ പോയിന്റ്. ടോട്ടൽ സെയിൽസ് അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കാരണം
ടോട്ടൽ സെയിൽസ് അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. ടോട്ടൽ സെയിൽസ് ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഈ 27 ലക്ഷം രൂപ കൂടെ ഇക്വേഷനിൽ വരും. 27 ലക്ഷം പ്ലസ് ബി B1 1.05 ഇൻറ്റു നമ്മുടെ അഡ്വർടൈസിങ് എക്സ്പെൻസ് പ്ലസ് 0.03 ഇൻറ്റു പോപ്പുലേഷൻ. അങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയ സംഖ്യ ആയിരിക്കും ഉത്തരം വരിക. 27 ലക്ഷത്തെക്കാൾ ചെറിയ ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. വിച്ച് മീൻസ് ദേ ആർ നോട്ട് ആസ്കിംഗ് ഫോർ ദ ടോട്ടൽ സെയിൽസ്, ദേ ആർ ആസ്കിംഗ് ഫോർ ദ ചേഞ്ച് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. B1 X1 അടിച്ചാൽ മതി. B1 X1 B2 X2 കൂടെ കൂട്ടിയാൽ മതി. B1 X1 എത്രയാ? 1.05 ഇൻറ്റു അഡ്വർടൈസിങ് എത്രയായിരുന്നു? 5000. 1.05 ഇൻറ്റു 5000. 0.03 ഇൻറ്റു പോപ്പുലേഷൻ 2000. 0.03 ഇൻറ്റു 2000. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ യു വിൽ ഗെറ്റ് 5310. 5310 രൂപ കിട്ടും. അവർ തന്നെ താഴെ നോട്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വൺ കുഡ് ഓൾസോ കാൽക്കുലേറ്റ് ദ പ്രെഡിക്റ്റഡ് ഇൻക്രീസ് ഇൻ സെയിൽസ് ബൈ കാൽക്കുലേറ്റിംഗ് ഫുൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ. അതുവരെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ ഇൻഡിവിജ്വൽ ചേഞ്ച് കണ്ടെത്താതെ ഒറിജിനൽ ചേഞ്ച് കണ്ടെത്താം. എങ്ങനെ കണ്ടെത്തുക? ഈ ഇക്വേഷൻ വെച്ചിട്ട്, ഈ തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് നിങ്ങൾ ആദ്യം ഒരു പ്രഡിക്റ്റഡ് സെയിൽ കണ്ടുപിടിക്കുക. ഈ തന്നിരിക്കുന്ന അഡ്വർടൈസിംഗും പോപ്പുലേഷനും വെച്ചിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ പ്രഡിക്റ്റഡ് സെയിൽ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 2000 5000 അഡ്വർടൈസിംഗിനകത്ത് എക്സ്ട്രാ ആയിട്ട് കൂട്ടുക. അപ്പൊ അഡ്വർടൈസിംഗിൽ 42,000 കൂടെ 5000 കൂട്ടിയാൽ 47,000 ആവും. പോപ്പുലേഷനിൽ 246 കൂടെ 2000 കൂട്ടിയാൽ 248 ആവും. ആ രീതിയിൽ ഫുള്ള് വാല്യൂ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് രണ്ടിന്റെയും ഡിഫറൻസ് എടുക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും സിമ്പിൾ എന്ന് പറയുന്നത് ജസ്റ്റ് 1.05 ഇൻറ്റു 5000 0.03 ഇൻറ്റു 2000 അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അത് തന്നെയാണ് അവർ താഴെ കൊടുത്തിരിക്കുന്നത്. സി ഹിയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റിലെ വാല്യൂസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 2.75 1480 കിട്ടും. രണ്ടാമത്തെ പുതിയ വാല്യൂസ് വെച്ച് ചെയ്യുമ്പോൾ 27,56,790 കിട്ടും. ഈ രണ്ട് വാല്യൂസിന്റെയും ഡിഫറൻസ് എടുക്കുമ്പോഴും വി വിൽ ഗെറ്റ് ദ സെയിം 5310. അപ്പൊ ഇത് ഇങ്ങനെയും ചെയ്യാം, നമ്മൾ ചെയ്യുന്നത് പോലെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലും ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. സമയം സേവ് ചെയ്യാൻ ഇതായിരിക്കും നല്ലത്. ഫൈനാൻസിംഗ് ഫോർ വീൽസ് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി പ്രൊവൈഡ്സ് ഫിനാൻസിംഗ് ഫോർ ന്യൂ ആൻഡ് യൂസ്ഡ് വെഹിക്കിൾസ്. അവര് പുതിയ വാഹനങ്ങൾക്കും യൂസ്ഡ് വാഹനങ്ങൾക്കും ഫൈനാൻസ് കൊടുക്കുന്നുണ്ട്. അവർക്കൊരു ലോൺ ആപ്ലിക്കേഷൻ കിട്ടി. അപ്പൊ അത് വെച്ചിട്ട് അവർ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്യാണ്. എംപ്ലോയീസിന്റെ, ആപ്ലിക്കന്റിന്റെ ഏജ്, അയാളുടെ എംപ്ലോയ്മെന്റിന്റെ കാലാവധി, ക്രെഡിറ്റ് സ്കോർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ലോൺ കൊടുക്കണമോ വേണ്ടയോ, ക്രെഡിറ്റ് റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ഇങ്ങനെ ലോൺ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഏത് റിഗ്രഷൻ ആണ്? ലോജിസ്റ്റിക് റിഗ്രഷൻ അനാലിസിസ് ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ലോൺ കൊടുക്കണോ വേണ്ടയോ, ക്രെഡിറ്റ് റിസ്ക് ഉണ്ടോ ഇല്ലയോ, ട്രിപ്പ് പോണോ വേണ്ടയോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലോജിസ്റ്റിക് റിഗ്രഷൻ അനാലിസിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സിമ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ ഹാസ് ആർ സ്ക്വയർ 0.85. ദിസ് മീൻസ് ദാറ്റ് ആർ സ്ക്വയറിന്റെ വാല്യൂ 0.85 ആണെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിളിന് ഒരു സ്ട്രോങ് കോറിലേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. സ്ട്രോങ് കോറിലേഷൻ ഇല്ലേ? 0.85 എന്ന് പറഞ്ഞാൽ ക്ലോസ് ടു 1 ആണ് അല്ലെ? അപ്പൊ നല്ല കോറിലേഷൻ ഉണ്ട്. അപ്പൊ ആ ഓപ്ഷൻ തെറ്റാണ്. ഡിപെൻഡന്റ് വേരിയബിളിന്റെ കോറിലേഷൻ 0.85 ആണോ? 0.85 ആണോ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ? ആർ സ്ക്വയർ 0.85 ആണെങ്കിൽ ആർ എത്രയായിരിക്കും? അതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. സോ ഓപ്ഷൻ ബി തെറ്റാണ്. 0.85 അല്ല കോറിലേഷൻ കോഎഫിഷ്യന്റ്. 0.85ന്റെ സ്ക്വയർ റൂട്ട് ആണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് വരിക. സോ ബിറ്റ്വീൻ സി ആൻഡ് ഡി നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക. സിയും ഡിയും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ബെറ്റർ ഓപ്ഷൻ? ഡിപെൻഡന്റ് വേരിയബിളിലെ വേരിയേഷൻ ആണോ, ഇൻഡിപെൻഡന്റ് വേരിയബിളിലെ വേരിയേഷൻ ആണോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ഏതായിരിക്കും? ഡിപെൻഡന്റ് വേരിയബിൾ അല്ലേ? 80% ഓഫ് വേരിയേഷൻ ഡിപെൻഡന്റ് വേരിയബിൾ ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ റിഗ്രഷൻ ലൈൻ. അതായത് ഡിപെൻഡന്റ് വേരിയബിൾ ആയ വൈയിലുള്ള വേരിയേഷന്റെ കാര്യങ്ങൾ, എന്തുകൊണ്ട് ആ വേരിയേഷൻ സംഭവിച്ചു, എന്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡിപെൻഡന്റ് വേരിയബിളിനെ ആണ് സാധിക്കുന്നത്, ഇൻഡിപെൻഡന്റ് അല്ല. ഇൻഡിപെൻഡന്റ് കാരണമാണ് ആ വേരിയേഷൻ ഉണ്ടാവുന്നത്. ആർക്കാണ് വേരിയേഷൻ വരുന്നത്? ഡിപെൻഡന്റ് വേരിയബിളിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement about time series analysis is not true? ടൈം സീരീസ് അനാലിസിസിനെ പറ്റി തെറ്റായ സ്റ്റേറ്റ്മെന്റ് ചെയ്ത് ഓപ്ഷൻസ് നോക്കുക. ജസ്റ്റ് വായിച്ചു നോക്കുക. ഐ വിൽ ഗിവ് ടൈം. നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്കി. ഈസിയാണ് പറയാനായിട്ട്. സീസണാലിറ്റി ഈസ് ഐഡന്റിഫൈഡ് റെഗുലർലി സ്പേസ്ഡ് പീക്സ് ആൻഡ് ട്രഫ്സ്. സീസണാലിറ്റിയില് ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടാവും? ഒരു പീക്ക് ഉണ്ടാവും, ഒരു ഡൗൺ ഉണ്ടാവും അല്ലെ? സീസൺ ആകുമ്പോൾ പീക്ക് ഉണ്ടാവും, സീസൺ കഴിയുമ്പോൾ ഡൗൺ ഉണ്ടാവും. ടൈം സീരീസിന് ഒരുപാട് പാറ്റേൺസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ പാറ്റേൺസ് ഉണ്ടാവും അല്ലെ? സീസണാലിറ്റി ഉണ്ടാവാം, സൈക്ലിക്കാലിറ്റി ഉണ്ടാവാം. സോ ദാറ്റ് ഈസ് ഓൾസോ റൈറ്റ്. ട്രെൻഡ്സ് ക്യാൻ ബി ലീനിയർ, നോൺ ലീനിയർ ഓർ ഫ്ലാറ്റ്. ട്രെൻഡ്സ് എന്ന് പറയുന്നത് ചിലപ്പം പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം, മുകളിലേക്ക് പോകുന്നതായിരിക്കാം, താഴേക്ക് പോകുന്നതായിരിക്കാം, ചിലപ്പോൾ ഫ്ലാറ്റ് ആയിരിക്കാം. ഒരു ട്രെൻഡ് ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് മൂന്നും ശരിയാണ്. ഇറഗുലർ പാറ്റേണിന് പ്രഡിക്റ്റീവ് വാല്യൂ ഉണ്ടെന്ന് പറയുന്നതാണ് തെറ്റ്. ഇറഗുലർ പാറ്റേണിന് എന്തുണ്ടാവില്ല? പ്രഡിക്റ്റീവ് വാല്യൂ ഉണ്ടാവില്ല. കാരണം അത് ഇറഗുലർ ആണ്. ഇറഗുലർ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും അല്ലെങ്കിൽ തോന്നുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇറഗുലർ ആണ്, റെഗുലർ അല്ല.
അപ്പൊ ഈ റെഗുലർ അല്ലാത്തൊരു കാര്യത്തെ നമ്മൾ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്? പറ്റുമോ? അടുത്ത കോവിഡ് പാൻഡമിക് പോലത്തെ ഒരു മഹാമാരി എന്ന് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇല്ല. അടുത്ത സുനാമി എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റുമോ? അടുത്ത എർത്ത് എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റും? ചിലപ്പോൾ സൂചന നൽകാൻ പറ്റുമായിരിക്കും, ഏകദേശം ഒരു സമയത്ത് ഉണ്ടാവുമെന്നൊക്കെ പറയാൻ പറ്റുമായിരിക്കും വിത്ത് ടെക്നോളജി. ബട്ട് നിങ്ങളാലേക്ക് ഒരു സുനാമി അല്ലെങ്കിൽ ഒരു വെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഇതൊക്കെ അടുത്ത കഴിഞ്ഞ് എപ്പോൾ ഉണ്ടാവും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇറഗുലർ പാറ്റേൺസിന് പ്രിഡിക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. The following statements about the correlation coefficient is true. കോഎഫിഷ്യന്റ് കോറിലേഷനെ സംബന്ധിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചത്. കോറിലേഷൻ കോഎഫിഷ്യന്റ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ -1 മുതൽ +1 വരെയാണ്. ആ 1 എന്ന വാല്യൂ വരികയാണെങ്കിൽ പോസിറ്റീവ് 1 ആണെങ്കിൽ പോസിറ്റീവ് ലീനിയർ റിലേഷൻ ആണ്. ആൻഡ് അത് തന്നെയല്ലേ കറക്റ്റ് ഉത്തരം? ഓപ്ഷൻ എ പോസിറ്റീവ്. +1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണെന്നാണ് ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. +1 പോസിറ്റീവ് റിലേഷൻ ആണ് ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ. -1 ആണെങ്കിൽ പെർഫെക്റ്റ്ലി നെഗറ്റീവ് ലീനിയർ റിലേഷൻഷിപ്പ്. അതും ഒരു ഈസി ക്വസ്റ്റൻ ആയിരുന്നു. An example of supervised learning algorithm. Supervised learning algorithm എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ കേട്ടോ. നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഒരു സിമ്പിൾ ലീനിയർ റിഗ്രഷനെ നമ്മൾ വിളിക്കുന്നത് ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം എന്നാണ്. എന്തുകൊണ്ടാണ് അതിനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ചിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അതാണ് അതിന്റെ അൽഗോരിതം എന്ന് പറയുന്നത്. അതിനെ നമ്മളാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. അതിനകത്ത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആരായിരിക്കണം, ഡിപെൻഡന്റ് വേരിയബിൾ ആരായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ്. സോ നമ്മുടെ ഒരു സൂപ്പർവിഷൻ തീർച്ചയായിട്ടും അതിനകത്തുണ്ട്. ഇപ്പം സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം എന്നുള്ളത് തീർച്ചയായിട്ടും ലീനിയർ റിഗ്രഷന്റെ ഒരു ടേം ആണ്, അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതത്തിൽ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് നമുക്ക് സ്ട്രക്ചേർഡ് ഡേറ്റയെ റിട്രീവ് ചെയ്യാനും ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഇൻസർട്ട് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് അഥവാ SQL എന്ന് പറയും. ബാക്കി രണ്ട് എന്തായാലും വരില്ല. സോ കൺഫ്യൂഷൻ വരാൻ സാധ്യത SQL എന്ന് കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അത് വരാൻ സാധ്യത എന്നൊക്കെ വിചാരിക്കുക. അൽഗോരിതം എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ SQL കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം എന്ന് പറയുന്നത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആണെന്ന് ഓർത്തിരിക്കുക. അൽഗോരിതത്തിന്റെ ഒരു ലക്ഷ്യം എന്താണ് നിങ്ങൾ ആലോചിച്ചത്? അൽഗോരിതംസ് ഇപ്പൊ നമ്മുടെ യൂട്യൂബ് അൽഗോരിതം എന്താ ചെയ്യുക? യൂട്യൂബ് അൽഗോരിതം നമുക്ക് അടുത്ത ഏത് വീഡിയോ റെക്കമെൻഡ് ചെയ്യണം എന്ന് അത് പ്രിഡിക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഇന്ന വീഡിയോ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് തരുന്നത്. അപ്പൊ അങ്ങനെ റെക്കമെൻഡേഷൻസ് തരുന്നതിന് നിങ്ങൾക്ക് ഏത് പരസ്യം കൊടുക്കണം എന്നൊക്കെ പറയുന്നതൊക്കെയാണ് നമ്മൾ അൽഗോരിതത്തിന്റെ ഹെൽപ്പ് എടുക്കുന്നത്. അവിടേക്കാണ് ചെയ്യുന്നത്. സിമിലർലി അടുത്ത സെയിൽസ് എത്രയായിരിക്കും, അടുത്ത കോസ്റ്റ് എത്രയായിരിക്കും, അഡ്വർടൈസിംഗ് കൂടിയ സെയിൽസ് കൂടുമോ, ഇങ്ങനെയുള്ള പ്രഡിക്ഷൻസ് നടത്താനാണ് നമ്മൾ ലീനിയർ റിഗ്രഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ വി ക്യാൻ കോൾ ദാറ്റ് ഓൾസോ എ അൽഗോരിതം. സോ അൽഗോരിതം എന്താണെന്ന് വെച്ചാൽ സെറ്റ് ഓഫ് റൂൾസ്, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, അതിനനുസരിച്ച് അത് പ്രവർത്തിക്കും. താഴെ തന്നിരിക്കുന്ന വീഡിയോ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്? അല്ല സോറി, തെറ്റായ സ്റ്റേറ്റ്മെന്റ്, നോട്ട് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ഹാസ് നോ മോർ ദാൻ വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. യെസ്, കറക്റ്റ് ആണ്. മോർ ദാൻ വൺ ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും? ഇല്ല. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ആണെങ്കിലും സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആണെങ്കിലും ഉണ്ടാവുക. ഇൻഡിപെൻഡന്റ് വേരിയബിൾ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനിൽ കൂടുതൽ ഉണ്ടാവും. പക്ഷേ രണ്ട് കേസിലും ഡിപെൻഡന്റ് വേരിയബിൾ അഥവാ y എന്ന് പറയുന്നത് ഒരെണ്ണം തന്നെയായിരിക്കും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ? സ്ലോപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആര്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ബി ആണ്. സ്ലോപ്പ് നമ്മൾ പഠിച്ചതാണ് ബി. ഇന്റർസെപ്റ്റിനെ നമ്മൾ എ എന്ന് പറയും, സ്ലോപ്പിനെ ബി എന്ന് പറയും. സോ ഈ ബിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? വേരിയബിൾ കോഎഫിഷ്യന്റ് എന്നാണ്. ബിന്റെ വാല്യൂ എന്താണ്? അല്ലെങ്കിൽ ബിനെ വിളിക്കുന്ന പേര് വേരിയബിൾ കോഎഫിഷ്യന്റ് എന്നുള്ളതാണ്. എ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനെ നമ്മൾ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കും. എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, വൈ ഡിപെൻഡന്റ് വേരിയബിൾ. അടുത്ത ചോദ്യം, വാട്ട് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ റിസൾട്ട് ഫ്രം ഫോളോയിങ് ഡേറ്റ? എക്സ് 1 ആയിരുന്നപ്പോൾ y 10 ആയി, എക്സ് 2 ആയിരുന്നപ്പോൾ y 8 ആയി, എക്സ് 3 ആയിരുന്നപ്പോൾ y 6 ആയി, എക്സ് 4 ആയപ്പോൾ y 4 ആയി, എക്സ് 5 ആയപ്പോൾ 2 ആയി. നിങ്ങൾ നോക്കുക, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എക്സ് കൂടുന്നതനുസരിച്ച് y കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? എക്സ് 1 നിന്ന് 2 ആയപ്പോഴത്തേക്ക് ഇവിടെ 2 കുറഞ്ഞു, എക്സ് 2 നിന്ന് 3 ആയപ്പോഴത്തേക്ക് ഇവിടെ വീണ്ടും 2 കുറഞ്ഞു. അപ്പൊ കുറയുന്നതൊക്കെ 2 2 2 വെച്ച് ഇവിടെ 1 കുറയും, 1 കൂടുമ്പോൾ ഇവിടെ 2 കുറയും, 1 കൂടുമ്പോൾ 2 കുറയും. സോ ഇതൊരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് അല്ലേ? 1 കൂടുമ്പോൾ അതിനനുസരിച്ച് എല്ലാ തവണയും 2 വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ പ്രപ്പോർഷൻ കറക്റ്റ് ആണ്, എല്ലാ തവണയും 2 തന്നെയാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ -1 എന്നുള്ളതായിരിക്കും ഇവിടുത്തെ ശരിയായിട്ടുള്ള ഒരു വാല്യൂ എന്ന് പറയും. നെഗറ്റീവ് കോറിലേഷൻ ആണ് -1. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ എറർ ടൈം ഇൻ റിഗ്രഷൻ അനാലിസിസ്? എറർ ടൈം എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രഡിക്റ്റഡ് വാല്യൂ ഓഫ് y ആൻഡ് ദ ആക്ച്വൽ വാല്യൂ ഓഫ് y. പ്രഡിക്റ്റഡ് വാല്യൂ ഓഫ് y നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന വാല്യൂ ആക്ച്വലി ഉണ്ടാവുന്ന വാല്യൂ, നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എറർ ടൈം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ തെറ്റിദ്ധരിച്ച് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതല്ല. ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രഡിക്റ്റഡ് വാല്യൂ ഓഫ് വൈയും ആക്ച്വൽ വാല്യൂ ഓഫ് വൈയും, നിങ്ങൾ പ്രഡിക്ട് ചെയ്ത വാല്യൂ ആക്ച്വലി നടന്ന വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എറർ ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ ആർ സ്ക്വയർ എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആർ സ്ക്വയർ. ഓൾറെഡി നമ്മൾ പല ക്വസ്റ്റ്യൻസിലായിട്ട് കണ്ടതാണ്. ആർ സ്ക്വയറിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? അല്ലെ, ആർ സ്ക്വയറിന്റെ വാല്യൂ നോക്കുമ്പോൾ നമ്മൾ പറയുന്ന എത്രത്തോളം മാച്ചിങ് ആണ്. പോയിന്റ് അല്ലെങ്കിൽ സോറി +1 ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അത് അത്രയും കറക്റ്റ് ആയിട്ട് പ്രിഡിക്ട് ചെയ്തു നടത്താം. 0.9 എന്ന് പറഞ്ഞാൽ നല്ല പ്രഡിക്ഷൻ ആണെന്ന് അർത്ഥം. 0.8 ആണെങ്കിൽ നല്ല പ്രഡിക്ഷൻ ആണ്. 0 ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മൾ പ്രഡിക്ട് ചെയ്തത് വേറെന്തോമായിരുന്നു, ആക്ച്വലി സംഭവിച്ചത് മറ്റെന്തോമായിരുന്നു. ഓക്കെ, പ്രഡിക്ട് ചെയ്ത വാല്യൂ ആക്ച്വൽ വാല്യൂ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ദ വാല്യൂ ഓഫ് ആർ സ്ക്വയർ വിൽ ബി ക്ലോസ് ടു 0. അതേസമയം നിങ്ങൾ പ്രഡിക്ട് ചെയ്ത വാല്യൂവും ആക്ച്വൽ വാല്യൂവും തമ്മിൽ നല്ല മാച്ചിങ് ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? ക്ലോസസ്റ്റ് ടു 1 ആയിരിക്കും. സോ ആർ സ്ക്വയർ സിംപ്ലി പറയുകയാണെങ്കിൽ അസസസ് ഹൗ വെൽ എ മോഡൽ ക്യാൻ പ്രെഡിക്റ്റ് ആൻ ഔട്ട്കം. എത്ര നന്നായിട്ട് ഒരു മോഡലിന് ഒരു ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ റിഗാർഡ് ടു ആർ സ്ക്വയർഡ് ഇസ് നോട്ട് കറക്റ്റ്? ആർ സ്ക്വയർഡുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്ത്, ആർ സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ചെയ്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഹാസ് എ വാല്യൂ ഓഫ് 0 and 1. കറക്റ്റ് ആണല്ലേ? 0ക്കും 1നും ഇടയിലാണ് വാല്യൂ. ദാറ്റ് ഇസ് കറക്റ്റ്. It is the square of the correlation between dependent variable and independent variable. Correct. Correlation between രണ്ട് എക്സിന്റെ correlation സ്ക്വയർ അല്ലേ ആർ സ്ക്വയർ എന്ന് പറയുന്നത്? തീർച്ചയായും. The better the linear fit is, the closer r squared is to 0. ലീനിയർ ഫിറ്റ് കറക്റ്റ് ആകുമ്പോൾ, ഗുഡ്നെസ് ഓഫ് ഫിറ്റ് കൂടുമ്പോൾ, നല്ല മാച്ചിങ് ആണെങ്കിൽ അത് ക്ലോസ് ടു 0 ആയിരിക്കും. അല്ല, ക്ലോസ് ടു 0 അല്ല, മറിച്ച് ക്ലോസ് ടു 1 ആയിരിക്കും. 1ന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് അതിന്റെ മാച്ചിങ് കൂടുന്നത്. 0യുടെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രഡിക്ഷനും ആക്ച്വൽ വാല്യൂവും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട് എന്ന് അർത്ഥം. സോ ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബി ഈസ് റോങ്. ഇൻ എ ലീനിയർ റിഗ്രഷൻ അനാലിസിസ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് മെഷേഴ്സ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്താണ് മെഷർ ചെയ്യുന്നത്? ദ സ്ട്രെങ്ത് ഓഫ് ദ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ വേരിയബിൾസ്. എക്സും വൈയും തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം റിലേഷൻഷിപ്പ് അതുണ്ട് എന്ന് കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഈസി ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ രണ്ട് വേരിയബിൾസ്, ഇൻഡിപെൻഡന്റും ഡിപെൻഡന്റ് വേരിയബിൾസ് തമ്മിൽ സ്ട്രോങ്സ്റ്റ് റിലേഷൻഷിപ്പ് കാണിക്കുന്നത് ഏത്? സ്ട്രോങ്സ്റ്റ് റിലേഷൻഷിപ്പ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ അതിന്റെ വാല്യൂസ് -1 മുതൽ +1 വരെ ഉണ്ട്. അപ്പൊ അതിൽ ഒന്നുകിൽ -1 അല്ലെങ്കിൽ +1. ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണോ അവർക്കായിരിക്കും സ്ട്രോങ്സ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആരാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നോക്കുക. ലെറ്റ് സി, ആരാണ്? -0.89 അല്ലേ? ക്ലോസസ്റ്റ് -1 അല്ലേ? 0.89, 89% ഉണ്ട് അല്ലേ? 0.02 എന്ന് പറയുന്നത് 0 അടുത്തേക്കാണ്. 0.75 ആണ് നെക്സ്റ്റ് ബെസ്റ്റ് എന്ന് പറയുന്നത്. 1.03 എന്നൊരു വാല്യൂ വരത്തില്ല. കാരണം ഒന്നുകിൽ -1 അല്ലെങ്കിൽ +1. അതിന് മുകളിലേക്കും താഴെ, അതിന് മുകളിലേക്ക് പോയില്ല. 1 കഴിഞ്ഞ് 1.01 എന്ന് പറഞ്ഞ് പോവില്ല. തെറ്റാണ്. സോ വാട്ട് ഇസ് ദ സ്ട്രോങ്സ്റ്റ് റിലേഷൻഷിപ്പ്? 0.89 ആണ്. ലോവസ്റ്റ് റിലേഷൻഷിപ്പ് ആണ് ചോദിക്കുന്നതെങ്കിൽ 0.02 എന്ന് പറയേണ്ടി വരും. 1.03 എന്ന് പറയുന്നത് ഇൻവാലിഡ് ആൻസർ ആണ്. അങ്ങനെ ഒരു വാല്യൂ ഇല്ല. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് സ്ട്രോങ്സ്റ്റ് റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഒന്നുകിൽ -1 ചേർന്ന് നിൽക്കണം അല്ലെങ്കിൽ +1 ചേർന്ന് നിൽക്കണം. നെക്സ്റ്റ്. In a linear regression, a close match in the movements of two variables over a period of time indicates that the correlation between them is dash. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള മൂവ്മെന്റ് വളരെ ക്ലോസ് ആണ്. ക്ലോസ് ആണെന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി സെയിം പ്രൊപ്പോർഷൻ അല്ല, എന്നാൽ ഏകദേശം ക്ലോസ് ആണ്. അത്യാവശ്യം മാച്ചിങ് ആണ്. അവൻ 10 കൂടിയാൽ ഞാൻ 9 കൂടും, അല്ലെങ്കിൽ അവൻ 10 കൂടുമ്പോൾ ഞാൻ 8 കൂടും. അത്രയും ക്ലോസ് ആണ്. ക്ലോസ് ആണെങ്കിൽ അവരുടെ കോറിലേഷൻ എന്താണെന്ന് പറയാം? നമുക്ക് ഹൈ ആണെന്ന് പറയില്ല. അവർ തമ്മിലുള്ള കോറിലേഷൻ എന്താണ്? അത്യാവശ്യം ഹൈ കോറിലേഷൻ ഉണ്ട് എന്ന് പറയാം. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കീ ടൈം ആണ് ക്ലോസ് മാച്ച് എന്നാണ് പറഞ്ഞത്. ക്ലോസ് മാച്ച് മീൻസ് എക്സ് കൂടുമ്പോൾ അതിനനുസരിച്ച് അത്യാവശ്യം എക്സാക്ട്ലി അത്രയും കൂടിയില്ലെങ്കിലും ഏകദേശം അതിനനുസരിച്ച് ആരും മാറും, വൈയുടെ വാല്യൂയിൽ മാറ്റം വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A large manufacturer of forecast of total sales revenue for a year is least likely to be influenced by dash. Total sale revenue, ഒരു ലാർജ് മാനുഫാക്ചറിന്റെ ടോട്ടൽ സെയിൽ റവന്യൂന്റെ ഫോർകാസ്റ്റ്, അതിൽ തീരെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഒരു വേരിയബിൾ എന്തായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. തീരെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഒരു വേരിയബിൾ. ബാക്കി 3 കാര്യങ്ങളും തീർച്ചയായിട്ടും ആ സെയിൽസ് റവന്യൂസിന്റെ ഫോർകാസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഏതായിരിക്കും? കാര്യമായി ഇൻഫ്ലുവൻസ് ചെയ്യാത്തത് സീസണൽ പാറ്റേൺ ഓഫ് സെയിൽസ് റവന്യൂ ത്രൂ ഔട്ട് ദി ഇയർ ആയിരിക്കും. കാരണം എന്താ? കാരണം അവർ ഫോർകാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും സീസണാലിറ്റിനെ അവർ കൺസിഡർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഏത് സീസണിലാണ് മാറ്റം കൂടുതൽ സെയിൽസ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും അവർ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സീസണാലിറ്റി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫോർകാസ്റ്റിനെ അത് വലിയ രീതിയിൽ ബാധിക്കില്ല. ഇത് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ഒരു വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ്. അതേസമയം നിങ്ങൾ ഒരു 3 മാസത്തെ ഒരു ക്വാർട്ടറിലെ ഫോർകാസ്റ്റ് ആണ് നടത്തുന്നത് ധരിക്കുക.
ആ ക്വാർട്ടറിലെ ഫോർകാസ്റ്റ് നടത്തുന്ന സമയത്ത് സീസണാലിറ്റി ഉണ്ടെങ്കിൽ അവിടെ വലിയ ഡിഫറൻസ് വരും. കാരണം സീസണാലിറ്റി ഉള്ള ക്വാർട്ടറിൽ തീരെ സെയിൽസ് കുറവും, സീസണാലിറ്റി വരുന്ന ക്വാർട്ടറിൽ സെയിൽസ് ഭയങ്കര കൂടുതലുമായിരിക്കും. അപ്പൊ അവിടെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് വ്യത്യാസം ഉണ്ടാവും സീസണാലിറ്റിക്ക്. അതേസമയം നമ്മളൊരു വർഷത്തേക്കുള്ള ഫോർകാസ്റ്റ് നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വർഷം ഏത് സമയത്താണ് സീസൺ വരുന്നതെന്നും ആ സീസൺ വരുമ്പോൾ ഏകദേശം എത്ര സെയിൽ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും ബേസ്ഡ് ഓൺ അവർ പാസ്റ്റ് ഡേറ്റ. സോ ഇവിടെ ഒരു വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സീസണാലിറ്റിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, ബിക്കോസ് വി അക്കോമഡേറ്റ് ഇറ്റ്. അതേസമയം നിങ്ങൾ ക്വാർട്ടർലി സെയിൽസ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സീസണാലിറ്റിക്ക് അതിനകത്ത് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പൊ മറ്റൊരു ചോദ്യത്തിൽ അതായിരിക്കും ചോദിക്കുന്നത്, ഒരു ക്വാർട്ടർ സെയിൽസിന്റെ ഫോർകാസ്റ്റ് നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ അത് സീസണൽ പാറ്റേൺ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When a time series linear regression analysis is used for predictive modeling, the variable that is being predicted, predict ചെയ്യപ്പെടുന്ന വേരിയബിൾ ഏത്? ലീനിയർ റിഗ്രഷൻ അനാലിസിസിൽ ആരെയാണ് നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത്? ഡിപെൻഡന്റ് വേരിയബിളിനെ അല്ലേ, വൈനെ അല്ലേ പ്രെഡിക്ട് ചെയ്യുന്നത്? സോ ഡിപെൻഡന്റ് വേരിയബിളിനെയാണ് പ്രെഡിക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ബി. പ്രെഡിക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ്. ക്വസ്റ്റ്യൻ അത് ഒരുപാട് ഡേറ്റ തന്നിട്ടുണ്ട്. ചോദ്യം എത്രയേ ഉള്ളൂ? പെർസെന്റേജ് ഓഫ് ദ ടോട്ടൽ വേരിയൻസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ദ റിഗ്രഷൻ ഇക്വേഷൻ. പെർസെന്റേജ് ഓഫ് ദ ടോട്ടൽ വേരിയൻസ്. പെർസെന്റേജ് ഓഫ് ടോട്ടൽ വേരിയൻസ് കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആർ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇത് IMAയുടെ രീതിയാണ്. നിങ്ങൾക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കുറെ ഡേറ്റാസ് ഇതിൽ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി, ആർ സ്ക്വയർ. ആർ സ്ക്വയറിന്റെ വാല്യൂ എത്ര? ആർ സ്ക്വയറിന്റെ വാല്യൂ എത്ര മക്കളെ? അതാണ് ടോട്ടൽ പ്രപ്പോർഷൻ ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. 99.99724. ഏതാണ്? 99.724 ആണ് പ്രപ്പോർഷൻ ഓഫ് ടോട്ടൽ വേരിയൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ വേ IMA trick you. They will give a lot of data. ഒരു കാര്യവുമില്ലാത്ത നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് കുറെ ഡേറ്റാസ് ഇത് കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ എന്തോ വലിയ ക്വസ്റ്റൻ ആണെന്ന് വിചാരിക്കും. പക്ഷെ ആൻസർ വളരെ എളുപ്പമായിരിക്കും. ചോദ്യം എന്താണെന്ന് ആദ്യം, റിക്വയർമെന്റ് എന്താണെന്ന് ആദ്യം നോക്കുക. പെർസെന്റേജ് ഓഫ് ടോട്ടൽ വേരിയൻസ് അതെന്ന് പറയുന്നത് ആർ സ്ക്വയർ ആണ്. എത്രയാണ് വേരിയൻസ് എന്നുള്ളതിന്റെ പ്രപ്പോർഷൻ വേരിയേഷൻ എത്രയാണെന്നുള്ളത് ആർ സ്ക്വയർ ആണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. സോ 99.724 അത് ഇവിടുന്ന് കിട്ടിയത്. നിങ്ങൾ ഈ ക്വസ്റ്റനിൽ ആർ സ്ക്വയറിന്റെ വാല്യൂ നോക്കിയാൽ മതി. ഇനി ചിലപ്പോൾ വേറെയും ചോദിക്കാം, സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് ശരി ഉത്തരം വരുന്ന ചോദ്യം ചോദിക്കാം, എയുടെയോ ബിയുടെയോ വാല്യൂ വരുന്നത് ചോദിക്കാം. അപ്പൊ എന്താണ് റിക്വയർമെന്റ് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സോ ഈ വീഡിയോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ റിഗ്രഷൻ മോഡൽ ഇൻക്ലൂഷൻ ഓഫ് ആൻ എറർ ടൈം റെക്കഗ്നൈസസ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഒരു എറർ ടൈം എന്തിനെയാണ് എന്തിനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളുള്ളത്? സം വേരിയബിൾസ് ദാറ്റ് ഹെൽപ് ടു എക്സ്പ്ലെയിൻ ദ ബിഹേവിയർ ഓഫ് ദ ഡിപെൻഡന്റ് വേരിയബിൾ മൈറ്റ് നോട്ട് ബി ഇൻക്ലൂഡഡ്. അതായത് ഡിപെൻഡന്റ് വേരിയബിളിനെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നില്ല എന്ന് എറർ ടൈം നമ്മളെ മനസ്സിലാക്കി തരും. റിഗ്രഷൻ മോഡൽ പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കി തരും. എല്ലാ വേരിയബിൾസിലും ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരും. കാരണം ഈ തെറ്റുകളൊന്നുമില്ല, ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ അവിടെ എറർ ടൈം ഉണ്ടാവില്ല. നിങ്ങൾ പ്രെഡിക്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രെഡിക്ട് ചെയ്യുന്നത് അല്ല ആക്ച്വലി സംഭവിക്കുന്നത്. അവിടെ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ആ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാരണവും അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദി അബോവ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വെച്ചിരിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.